ഇവിടെ CA റൌഫ് ചാനലിൽ വന്നിരുന്നു മെഴുകുന്നു, അഭിലാഷ് വലിച്ചു കീറി ഒട്ടിച്ചു വിട്ടിട്ടുണ്ട്. ആ മുദ്രാവാക്യത്തിന് എന്താ പ്രശ്നം? ആ മുസ്ലിങ്ങളുടെ തലയെടുക്കണമെന്നല്ലേ 9 വയസ്സുകാരൻ ഇരുന്ന് വിളിച്ചത്? അതിനെന്താ പ്രശ്നം? അത് ഞങ്ങളുടെ ബൈലോയിലുള്ളതല്ലേ? മതപരമായ ഞങ്ങളുടെ ഭരണക്രമങ്ങൾ, ഞങ്ങളുടെ നിയമ സംഹിതകളാണത്. അമുസ്ലിങ്ങളെ മുച്ചൂട് മുട്ടിപ്പിക്കുക, അവർക്ക് വായിക്കരിയിടുക എന്നത് ഞങ്ങളെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യമായത് കൊണ്ട് ഞങ്ങൾക്കത് ചെയ്തേ പറ്റൂ. അതിലെന്താ പ്രശ്നമെന്നാ ചോദിച്ചത്. പക്ഷേ അതിനകത്ത് പ്രശ്നമുണ്ടെന്ന് ആ മുദ്രാവാക്യം കാണുകയും കേൾക്കുകയും ചെയ്ത നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. മറന്ന് നിങ്ങൾ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ അത് ഓർമ്മിപ്പിക്കും. കാരണം അത് എൻ്റെ ദൗത്യമായതുകൊണ്ട്, എൻ്റെ ബാധ്യതയായതുകൊണ്ട്. അരിയും മലരും കുന്തിരിക്കവും കേരളത്തിലെ മതേതര സമൂഹം എടുത്തു വച്ചോളൂ എന്ന് പറഞ്ഞ് ആ 9 വയസ്സുകാരനായിട്ടുള്ള കുട്ടിക്കാലനെ മുൻനിർത്തി ഇവര് വിളിപ്പിച്ച അതേ മുദ്രാവാക്യം പോലെ അപ്പിക്കുപ്പായവുമായി ഒരു കൊച്ചു പെൺകുട്ടിയെ മുൻനിർത്തി വീണ്ടും അതേ ചീഞ്ഞളിഞ്ഞ കളിയാണ് ഇന്ന് SDPI നേതൃത്വം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ പ്രേക്ഷകരെ, നിങ്ങളിപ്പോ കാണുന്നത് SDPI കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടത്തിയ പ്രകടനത്തിന്റെ ഭാഗമായുള്ള മുദ്രാവാക്യമാണ്. മുദ്രാവാക്യം വിളിക്കുന്നത് വളരെ ചെറിയൊരു കുട്ടിയാണ് ഈ മുദ്രാവാക്യം ഉറക്കെ വിളിക്കുന്നത്. എന്തായാലും അത് ഏറ്റുവിളിക്കുന്നത് SDPIയുടെ പ്രവർത്തകർ തന്നെയാണ്. വളരെ ഒരു വലിയ തോതിലുള്ള സാമൂഹ്യ അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യമാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുദ്രാവാക്യത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ന്യൂസ് റൗണ്ടപ്പ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത്. ഇതിന്റെ പൂർണ്ണ രൂപം പുറത്തുവിടാൻ മാധ്യമങ്ങൾക്ക് പോലും ഭയമായിരുന്നു. കാരണം പോപ്പുലർ ഫ്രണ്ടുകാർ അടുത്ത ദിവസം ആ സ്ഥാപനം ഇടിച്ച് തകർക്കും. അതുകൊണ്ട് അതിനു പോലും അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല.
ഇപ്പോ അതേ ചീഞ്ഞളിഞ്ഞ കളിയുമായിട്ടാണ് ഇവരിറങ്ങി തിരിച്ചിരിക്കുന്നത്. 2002 ഈ കുട്ടി ജനിച്ചിട്ടുണ്ടോ എന്ന് പോലും 9 വയസ്സാണല്ലോ. എന്തായിരുന്നാലും 2002 ഈ കുട്ടി ജനിച്ചിട്ടില്ല. ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത്. ഒരുപക്ഷേ 96 ഈ കുട്ടി ജനിച്ചിട്ടില്ല, ബാബരി നടക്കുന്ന സമയത്ത്. അപ്പോ ബാബരി മസ്ജിദിന്റെ കഥയും ഗ്യാൻവാപ്പിയുടെ വിഷയവും ഗുജറാത്ത് കലാപവും ഇതൊക്കെ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തതിന്റെ മനസ്സിൽ ഈ മതവഷളുകൾ, ഈ ഭീകരവാദങ്ങൾ, ഈ തീവ്രവാദങ്ങൾ നിറച്ചു കൊടുത്തതാരാ? പിന്നീട് 35 പേരെയാണ് NIA ചോദ്യം ചെയ്തത്. ഒരു മുറി അടച്ചിട്ട് ഒരു പണിക്കും പോകാതെ 1 മാസത്തോളം കാലം പ്രാസമൊപ്പിച്ച് കേരളത്തെ ഭയപ്പെടുത്തുന്ന ഒരു മുദ്രാവാക്യമുണ്ടാക്കി പ്രാസമൊപ്പിച്ച് ഈ കുട്ടിയെ കാണാതെ പഠിപ്പിച്ച് ചൊല്ലിപ്പിക്കുകയായിരുന്നു 35ഓളം പോപ്പുലർ ഫ്രണ്ട് ഭീകരർ. കേരളത്തെ ഇവർ ഏത് രൂപത്തിലാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത് എന്ന് അതിനകത്ത് തന്നെ വ്യക്തമാണ്. ഇതൊന്നും നമുക്ക് മറന്നു പോകാൻ പറ്റില്ല. അതുകൊണ്ട് അന്ന് അവര് ചെയ്തു വിജയിച്ച അതേ തന്ത്രം അന്നവര് ഈ കേരളത്തോട് ഫൈറ്റ് ചെയ്ത് ഒരു 9 വയസ്സുള്ള കുട്ടിക്കാലനെ മുൻനിർത്തി വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് പറഞ്ഞ് ഈ കേരളത്തെ ഭയപ്പെടുത്തുന്ന കുട്ടിക്കാലന്റെ മുദ്രാവാക്യം നമ്മൾ മറന്നു തുടങ്ങി. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് ഈ കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ തീവ്രവാദം പൊയ്പോകുമെന്നും തീവ്രവാദികൾ അവരുടെ മടയിൽ ഭയം നൊളിക്കുമെന്നും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്. ഇല്ല. തന്നെയുമല്ല, അവർ അവരുടെ ഈ ചില്ലങ്ങളിൽ കൂടുതൽ ശക്തരായി നമ്മുടെ രാജ്യത്തെ തകർക്കാൻ, നമ്മുടെ നാടിനെ തകർക്കാനുള്ള വിദേശ ഫണ്ടുകളും അജണ്ടകളും ക്രമേണയായി ഏതു ഭാഗങ്ങളിൽ ശക്തരാകണം ആ രൂപത്തിലുള്ള പ്രാദേശിക ശാക്തീകരണങ്ങളും അവർ നേടിക്കഴിഞ്ഞു. അങ്ങനെയാണ് അന്നവര് പയറ്റിത്തെളിഞ്ഞ അതേ ആശയം, അതേ പഴയ കുപ്പിയിലെ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി, ഇന്നലത്തെ പഴയ ചോറ് അരച്ച് ഇന്ന് ഇഡലിയാക്കി നമ്മുടെ പ്ലേറ്റിലെത്തുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെ കുറിച്ച് ശരിക്കറിയാത്തത് കൊണ്ട് മാത്രം. അന്ന് ആ 9 വയസ്സുകാരനെയാണ് തെരഞ്ഞെടുത്തതെങ്കിൽ ഇന്ന് 7 വയസ്സുകാരിയായ കുഞ്ഞൈഷയെ തെരഞ്ഞെടുത്ത് അവർ നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തന്നിരിക്കുകയാണ്. ഏത് രൂപത്തിലാണ് ഇവർ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും വളർത്തിക്കൊണ്ടുവരുന്നത് എന്ന് ഇതിൽ കവിഞ്ഞു മറ്റു കൂടുതൽ തെളിവുകളൊന്നും നമുക്ക് വേണ്ട. അപ്പോ ഒരു പിഞ്ചു കുഞ്ഞിനെ മതതീവ്രവാദികൾ വേഷം കെട്ടിച്ച് ഇരയാക്കി പബ്ലിക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു പക്ഷേ ആ മാതാപിതാക്കളോ ആ കുട്ടിയോ പോലും അറിയാതെ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന തീവ്രവാദത്തിന്റെ ഒരു ഭാഗമായി മാറുക. അത് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ എന്നാലും അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ല നമ്മൾ സംസാരിക്കുന്നത്. ആർക്കെങ്കിലും ഒക്കെ മനസ്സിലാകുമല്ലോ, മതേതര വിശ്വാസികൾക്ക് മനസ്സിലാകുമല്ലോ കേരളത്തിന്റെ മതതീവ്രവാദത്തിന്റെ ഭയാനകതകൾ. നമ്മൾ എത്രമാത്രം നിസ്സഹായരാണ്. നമ്മൾ ഇനിയെങ്കിലും ബോധവാന്മാരായിട്ടില്ലെങ്കിൽ നാളത്തെ നമ്മുടെ അവസ്ഥ എന്താണെന്നും ബോധ്യപ്പെടും. അതുകൊണ്ട് മാത്രം. നമസ്കാരം. തട്ടമിട്ട കുട്ടികളെ കാണുമ്പോൾ ആർക്കാണ് ഭയം എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കുട്ടി 9 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി ആയിഷ. തട്ടമിട്ട കുട്ടി ഭയക്കേണ്ടത് മദ്രസകളിലെ ഉസ്താദുമാരുടെ ലൈംഗിക ഉദ്ധാരണത്തെയാണ്. കാരണം കുഞ്ഞായാലും സാരമില്ല, തള്ളയായാലും സാരമില്ല, 6 മുതൽ 60 വരെ ഞങ്ങൾ വില്ലിംഗ് ആണ് എന്ന് തെളിയിച്ചിട്ടുള്ള അവരെ ഭയന്നാ മതി.
അനേഡി എന്ന് പറയുന്ന ഒരു കുട്ടി കഴിഞ്ഞ ദിവസം നടത്തിയ ചില പ്രസ്താവനകളൊക്കെ വലിയ ചർച്ചയായി. അപ്പം നമ്മൾ വാർത്തയായി തന്നെ വിശകലനമായി തന്നെ നൽകുകയും ചെയ്തു. ഇത് ചോദിക്കേണ്ടത് നിങ്ങളുടെ സമുദായത്തിലെ പ്രധാനപ്പെട്ട ആളുകളോടാണ്, സമൂഹത്തോടല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു വാർത്തയും ചെയ്തു. ഈ കുട്ടി ഈ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ റീലുകൾ ചെയ്യുന്ന കുട്ടിയാണെന്നാണ് അറിയുന്നത്. മാത്രമല്ല ഈ റീലുകൾ ചെയ്യുമ്പോഴൊന്നും ഈ കുട്ടി തട്ടമിട്ട് കണ്ടിട്ടുമില്ല. 9 വയസ്സായ കുട്ടിക്ക് തട്ടമിടണം എന്ന് തന്നെയാണ് ഇവരുടെ മത നിയമം നിഷ്കർഷിക്കുന്നത് എന്നാണ് നമ്മുടെ ഒരു ചെറിയ അറിവ്. അപ്പം എന്തുകൊണ്ട് ഈ കുട്ടി തട്ടമിടുന്നില്ല, അല്ലെങ്കിൽ ഈ കുട്ടി മറ്റൊരു കുട്ടിയുടെ തട്ടമെടുത്ത് അല്ലെങ്കിൽ മറ്റൊരു തുണിക്കഷ്ണം എടുത്ത് വരയിലിട്ട് ഈ ഒരു പ്രകടനം നടത്തിയത് എന്തിനാണ് എന്ന ചോദ്യം. ഈ കുട്ടിക്ക് മതപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹ്യമായ കാര്യങ്ങളിൽ ഇതേപോലെ തന്നെയായിരുന്നു കർണാടക PU കോളേജിൽ ഇവരിറക്കി വിട്ട മുസ്കാൻ ഖാൻ. അതുവരെ ആ പെൺകുട്ടി തട്ടമിട്ട പെൺകുട്ടിയല്ല. ആ പെൺകുട്ടി അപ്പിക്കുപ്പായത്തിനകത്ത് കയറിയിട്ടില്ല, ഹിജാബ് ധരിച്ചിട്ടുമില്ല. എന്നിട്ടാണ് ഹിജാബ് അനുകൂല സമരവുമായി ആ കൊച്ചിനെ ഇറക്കി അതിന്റെ ഭാവി അങ്ങോട്ട് കളഞ്ഞു. പിന്നീട് അതിനെ പഠിക്കാൻ വരാൻ പറ്റിയിട്ടില്ല. ഉള്ള അറിവ് വെച്ചാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ട് സമൂഹ മാധ്യമത്തിൽ. പക്ഷെ ഈ കുട്ടിയെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നതല്ലേ എന്നുള്ള സംശയവും പെട്ടെന്നതാണ്. അതായത് ഇത് എല്ലാം പ്ലാൻ ചെയ്താണ് ചെയ്തത്. ഇവരുടെ രീതി അങ്ങനെ ഈ മത തീവ്ര സ്വഭാവമുള്ള മതമൗലികവാദികളുടെ രീതി എല്ലാം പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് പ്ലാൻഡ് ആണ് എന്ന് തോന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ലവ് ജിഹാദ് പ്ലാൻഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അത് പ്ലാൻഡ് ആണ്. എല്ലാവിധ പ്ലാനിങ്ങും നടത്തിയാണ് അതിലേക്ക് ആൾക്കാരെ ഇറക്കുന്നത്, കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറക്കുന്നത്. അതുപോലെ കൊച്ചി പള്ളുരുത്തി സ്കൂളിൽ ആ കുട്ടി കൃത്യം ഒക്ടോബർ 7-ാം തീയതി തന്നെ ഈ തട്ടമിട്ട് അല്ലെങ്കിൽ ബുക്ക് ധരിച്ചു വരണമെന്ന് പറയുകയും ഹിജാബ് ധരിച്ചു വരണമെന്ന് പറയുകയും ആവശ്യപ്പെടുകയും ആ കുട്ടിയുടെ മാതാപിതാക്കളും SDP ഗുണ്ടകളും അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും അക്രമം നടത്തുകയും സ്കൂളുകാരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് പ്ലാൻ, കൃത്യമായി പ്ലാൻ ചെയ്താണ് ചെയ്യും. ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥ അല്ലെങ്കിൽ ഒരു ദുരവസ്ഥ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു. എല്ലാം പ്ലാൻ ചെയ്യും. കൃത്യമായി വസ്തുക്കൾ വാങ്ങിയിട്ട് നമ്മൾ നോക്കിയാൽ അറിയാം, ഒരു പ്രദേശത്ത് വസ്തുക്കൾ വാങ്ങും. അതായത് ഒരാൾ ഒരു വസ്തു വാങ്ങും, അവ പല രീതിയിൽ അത് പ്ലോട്ടുകളായി തിരിച്ചു വിൽക്കുന്നു. അവിടെ എല്ലാം തന്നെ ഈ പ്രത്യേക മത വിഭാഗത്തിൽപ്പെട്ട ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ എത്തുന്നു. അവർ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നു. അവർ പഞ്ചായത്തിനോട് പള്ളിക്ക് സ്ഥലം വേണമെന്ന് ആവശ്യപ്പെടുന്നു. പല പഞ്ചായത്തുകളും പള്ളിക്ക് സ്ഥലം അനുവദിച്ചു കൊടുക്കുന്നു. അവിടെ ഒരു ആരാധനാ കേന്ദ്രം ആരംഭിക്കുന്നു. അങ്ങനെ ആ ഒരു പ്രദേശം ഇവരുടെ ഒരു അധീനതയിൽ. ഓരോ പ്രദേശങ്ങളും ഇവരെ ആ രൂപത്തിലാണ് ശാക്തീകരിച്ച് ഇവരിലേക്ക് ഒതുക്കുന്നത്. എന്നിട്ട് അവിടെ താമസിക്കുന്ന അമുസ്ലിങ്ങൾക്ക് ഇവര് ഭീഷണിയായി മാറും. അവിടെ താമസിക്കുന്നവർക്ക് പിന്നീട് സ്വസ്ഥമായും സമാധാനത്തോടെയും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവരത് കൊടുത്തിട്ട് വേറെ പോകും. പിന്നീട് ഓരോരോ ആളുകൾ വീതം മുസ്ലിങ്ങൾ വന്ന ആ പ്രദേശത്ത്, അർമേനിയയുടെ ഒക്കെ ചരിത്രം നിങ്ങളത് നോക്കിയാൽ മതി, സിറിയയുടെയും തുർക്കിയുടെയും ഒക്കെ അവസ്ഥ മുമ്പ് എന്തായിരുന്നു എന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ബോധ്യപ്പെടും. കടകൾ തുടങ്ങുന്നു, കടമുറികൾ തുടങ്ങുന്നു, കെട്ടിടങ്ങൾ കെട്ടുന്നു, വീടുകൾ വാങ്ങുന്നു, സ്ഥലങ്ങൾ വാങ്ങുന്നു, കൃഷി സ്ഥലങ്ങൾ വാങ്ങുന്നു. അങ്ങനെ എല്ലാം പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു പ്ലാനിങ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മളിപ്പോൾ വസ്തു വാങ്ങുന്നതിനോ കട തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ അവർ വീട് വയ്ക്കുന്നതിനോ ഒന്നും നമ്മൾ എതിർപ്പ് നിൽക്കുകയല്ല, അല്ലെങ്കിൽ എതിര് നിൽക്കുകയല്ല. ഈ പ്ലാനിങ് ആണ് ഇവിടെ എല്ലാം നടന്നത്. ഈ കുട്ടിയെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്, കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്നത്, ഈ അവരും മലരും കുത്തിരിക്കവും ഒക്കെ വാങ്ങി വെച്ചോളാൻ പറഞ്ഞത് കുട്ടി തന്നെ പറഞ്ഞതാണ്, അല്ല, കുട്ടിയെ കൊണ്ട് പറയിച്ചതാണ്. DFI ഭീകരവാദികൾ പറയിച്ചതാണ്. അങ്ങനെ പറയിച്ച് ചെറിയ തലമുറ മുതലേ ഈ മതവികാരം ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റി വെച്ച് അല്ലെങ്കിൽ അവരിലേക്ക് പ്രവേശിപ്പിച്ച് ഇവരെയൊക്കെ തന്നെ ഒരു സാമൂഹ്യമായ മറ്റ് മതസ്ഥരെ ആരെയും നിങ്ങൾ സ്നേഹിക്കരുത്, ബഹുമാനിക്കരുത്, അംഗീകരിക്കരുത്, അവരുടെ വിശ്വാസങ്ങളൊക്കെ തെറ്റാണ്, നമ്മുടെ വിശ്വാസം മാത്രമാണ് ശരി എന്ന ഒരു ധാരണ, തെറ്റായ ധാരണ ഇവരിലേക്ക് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഇത് വലിയ നെറ്റ്വർക്ക് തന്നെയാണ്, വലിയൊരു ശൃംഖല. ഇതിന് പിന്നിലാരാണ് പ്രവർത്തിക്കുന്നത്? പല സംഘടനകളുണ്ട്. SDP പോലുള്ള സംഘടനകളുണ്ട്, മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകളുണ്ട്. മതേതരം എന്നൊക്കെ പറയുമെങ്കിലും അവനവന്റെ മതത്തിന്റെ കാര്യം വരുമ്പോൾ പ്രത്യേകമായ ചില രീതികളാണ്. ഹിജാബ് വിഷയത്തിൽ മറ്റുള്ള മുസ്ലിം കുട്ടികളുടെ വീട്ടിൽ കയറി ലീഗ് നേതാക്കളാണ് പറഞ്ഞത്, നിങ്ങളും ആവശ്യപ്പെടണം, അല്ലെങ്കിൽ നിങ്ങളും നിർബന്ധം പിടിക്കണം, ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കണം എന്നൊക്കെ ആവശ്യപ്പെടും എന്നുള്ളത്. അല്ലെങ്കിലും ആദ്യം ഇവരൊരു പ്രശ്നം ഇളക്കി വിടും, അതിന് പിന്നാലെ ഓരോ മതഭീകര സംഘടനകളും അതിനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കാറാണ് പതിവ്, അല്ലേ? ഇപ്പോ തട്ടമിട്ടൊരു കുട്ടി രംഗത്ത് വരുന്നു, അപ്പോഴേക്ക് ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തില്, ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തില് ഉടനെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതിനെ കുടപിടിക്കാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് അടുത്തതായിട്ട് വരുന്നത് ആരാ? SDPക്കാരല്ലേ?
അത് കഴിഞ്ഞിട്ട് ലീഗ് നേതൃത്വമല്ലേ, അത് കഴിഞ്ഞിട്ട് സഖാക്കളല്ലേ. നമുക്ക് മനസ്സിലായി ഇതെവിടെ ചെന്നാണ് അവസാനിക്കുന്നത്. അതെ മാത്യു, ഇസ്മായിലിനെ പറഞ്ഞു കേട്ടോ. സൗണ്ട് പോയിട്ടില്ല, ഞാൻ സംസാരിച്ചിട്ടില്ല, അതുകൊണ്ടാ. താങ്ക് യു അരവിന്ദ്, താങ്ക് യു. Okay. ലക്ഷ്മൺ ഹായ്. ലോകം ക്രൂരമാണോ? മനുഷ്യന്മാര് തമ്മിലല്ലേ ഇതുവരെ ഉണ്ടായ യുദ്ധമെല്ലാം. ഓ, പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ചെറിയ കുട്ടികളെ മുൻനിർത്തി പോപ്പുലർ ഫ്രണ്ടുകാര് കളിക്കുന്ന ഈ ചീഞ്ഞളിഞ്ഞ കളിയുണ്ടല്ലോ, ഇത് അപകടമാണ്. അവരിത് ഇന്ന് തുടങ്ങിയതല്ല, ഈ ഒരു കുട്ടിയെ വെച്ച് തുടങ്ങിയതല്ല. കോളേജ് തലങ്ങൾ മുതൽ ഇവർ വല വിരിച്ചു തുടങ്ങിയതാണ്. ഇതുപോലെ മുസ്കാൻ ഖാൻ ബാംഗ്ലൂരില് PU കോളേജിൽ കർണാടകയില് ഇവര് മുൻനിർത്തി കളിച്ചത് ഒരു പെൺകുട്ടിയെയാണ്, മുസ്കാൻ ഖാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. കേരളത്തില് ഒരുപാട് മുസ്ലിം കുട്ടികളെ ഇറക്കി CAA NRC വിഷയത്തിലൊക്കെ ഇവര് ശരിക്ക് ഏത് രൂപത്തിലാണ് അതിനകത്ത് ഇവർക്ക് കായം കലക്കാൻ പറ്റുന്നത് എന്നിവര് നോക്കി. ഇതിനകത്ത് പെട്ടുപോയ ചില ഐറ്റങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഭാവി ഇപ്പൊ എന്താണെന്ന് പോലും യാതൊരു ഐഡിയയും ഇല്ല. ഇവന്മാര് പറയുന്ന ഉടനെ തന്നെ പണം വാങ്ങിച്ചിട്ട്, അതല്ലെങ്കിൽ മതം തലയ്ക്ക് പിടിച്ചിട്ട് ഇവരൊരു വെകിളിയോടുകൂടി ഇറങ്ങിത്തിരിക്കും. പിന്നീട് ഇവര് വിചാരിച്ചാൽ പോലും ഈ മതഭീകരവാദികളുടെ കരങ്ങളിൽ നിന്ന് ഈ പെൺകുട്ടികൾക്ക് രക്ഷയില്ല. പിന്നീട് പഠിച്ചുയരണമെന്ന് ഇവര് വിചാരിച്ചാൽ പോലും രക്ഷയില്ലാത്ത വിധം ഇവര് പൂട്ടിയിരിക്കും. വേറൊരു മരണം. ഭയങ്കര സന്തോഷം. സ്ത്രീകൾ ഇത്രത്തോളം വന്നിറങ്ങിയതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ഉള്ളവർ തീരുമാനിക്കും ഇനി ആര് ഭരിക്കണം എന്നുള്ളത്. സാധാരണക്കാരനെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിലെ ഉമ്മാമ ചോദിച്ചു തുടങ്ങി എന്താ ചെയ്യേണ്ടതും. അവരുടെ കയ്യിലേക്ക് ഉത്തരം ഉണ്ടെങ്കിലില്ല, പക്ഷെ ആ ചോദ്യം അവരിൽ വന്നു കഴിഞ്ഞു. ഇനി ഈ ഭരണകൂടം പേടിക്കുക തന്നെയാണ്. കാരണം ഇവിടുത്തെ ആളുകൾ അസ്വസ്ഥരാണ്. അവർക്ക് ആളുകൾക്ക് ഉത്തരം വേണം, എന്താണ് ചെയ്യേണ്ടതെന്ന്. അതിനെ പറഞ്ഞു കൊടുക്കേണ്ട താമസം അവർ ചെയ്യാൻ തയ്യാറാണ്. ഇത് ഞങ്ങളുടെ പ്രശ്നമാണ്. ഇന്ത്യൻ ഓരോ പൗരന്റെയും പ്രശ്നം തിരിച്ചറിഞ്ഞുകൊണ്ട് വീടുകളിൽ നിന്ന് നാളെ ഇറങ്ങി തുടങ്ങി. ഇനി നിങ്ങളുടെ അന്ത്യം കുറിക്കാതെ ഞങ്ങൾ ഒടുങ്ങുകയില്ല. NRC അല്ല, CA അല്ല, അതിന്റെ അപ്പുറം താഴ്ത്തി കെട്ടിട്ട് ഞങ്ങൾ ഇറങ്ങുള്ളൂ അല്ലേ? ഇതങ്ങ് കാണാനുണ്ടോ? മോദി BJP तेरे नाम, RSS तेरे नाम, चप्पल लिखकर तेरे नाम, NRC CAA NPR तेरे नाम. ഇവര് വെറും ഇരകൾ മാത്രമാണ്. മറ്റവരുടെ പിടിയിൽ പെട്ടുപോയിട്ട് പിന്നീട് രക്ഷയില്ലാതെ ഭാവി ജീവിതം തന്നെ തകർന്നു പോകുന്ന പെൺകുട്ടികളാണ്. ഇവരിങ്ങനെ
എത്രയെത്ര ആളുകളെയാണ് ഇല്ലാതാക്കിയതെന്ന് ആലോചിച്ച് നോക്ക്. പോപ്പുലർ ഫ്രണ്ടുകാര് ഒരുപാട് പെൺകുട്ടികളെ രംഗത്തിറക്കി. അവരെന്തൊക്കെ ചെയ്തു? ആൺകുട്ടികളെ രംഗത്തിറക്കി. ഏറ്റവും ഒടുവിൽ എലത്തൂർ തീവണ്ടി കത്തിക്കാൻ വന്ന ഷാരൂഖ് സൈഫി അടക്കമുള്ള ഭീകരന്മാർക്ക് പ്രചോദനവും അവരുടെ വളർച്ചയ്ക്ക് നിദാനവുമായി മാറുന്ന ഭീകര സംഘടനകളുടെ ഫണ്ടും സഹായവും ചെറുതല്ല. ഇവർ നമ്മുടെ നാടിനെ വിഷലിപ്തമാക്കുന്നതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ഈയാമ്പാറ്റകളെ പോലെ ചെന്നു വീഴുന്ന കുറച്ചാൾക്കാർ അവരെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പോപ്പുലർ ഫ്രണ്ടുകാര് ഈ നാട്ടില് ഇസ്ലാമിനെ എതിർക്കുന്ന, ഇസ്ലാമിക തീവ്രവാദത്തെ അഡ്രസ് ചെയ്യുന്ന, ഭീകരവാദത്തെ അഡ്രസ് ചെയ്യുന്ന എല്ലാവരെയും അടിച്ചമർത്താനും അവരെ ആരെയും ജീവിക്കാൻ സമ്മതിക്കാത്ത രൂപത്തിൽ അവരെയൊക്കെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരു ഹിറ്റ് ലിസ്റ്റുമായിട്ട് ഇറങ്ങിയില്ലേ? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ഈ ലോകം മുഴുവനും ഇസ്ലാമിനെ സ്ഥാപിക്കണം. ആ ഇസ്ലാം അല്ലാത്ത മറ്റൊരു മതവും ഇവിടെ പാടില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റ് ഒക്കെ നിങ്ങൾ മറന്നുപോയോ? അരവിന്ദ് കൊടുക്ക് ഖദീജക്ക്. പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂളിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഹിജാബ് ധരിക്കണമെന്ന് ശഠിച്ച പെൺകുട്ടിയുടെ പാരന്റ്സും അവർക്ക് സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയും അവരുടെ വലിയ സംഘടനകളുമെല്ലാം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ വിധിന്യായങ്ങൾക്കും സ്ഥാപനങ്ങളുടെ നിയമങ്ങൾക്കും അപ്പുറത്ത് തങ്ങളുടെ മതവസ്ത്രങ്ങൾ ധരിക്കണമെന്നും അതിന് സ്വാതന്ത്ര്യമില്ലാത്ത സ്കൂളുകളുടെ ലിസ്റ്റ് എടുത്ത് അടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നുമാണ്. ഇസ്ലാമിലെ വലിയ സംഘടനയായ സമത്വയുടെ യുവജന വിഭാഗം അവരുടെ പേജിൽ QR കോഡ് വെച്ച് നടത്തിയിരിക്കുന്ന ലിസ്റ്റ് സമാഹരിക്കലും ചില വർഷങ്ങൾക്ക് മുമ്പ് നിരോധിക്കപ്പെട്ട ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റേതായി പുറത്തു വന്ന ലിസ്റ്റും ഒരേ ജനസിൽപ്പെട്ടത് തന്നെയാണ്. ഒന്ന് തകർക്കാനുള്ള സ്ഥാപനങ്ങളുടേതാണെങ്കിൽ മറ്റൊന്ന് കൊല്ലുവാനുള്ള മനുഷ്യരുടെ. കണ്ടോ? അതായത് ഈ കേരളത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ്, ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് എടുത്തു വെച്ചിട്ട് അവര് പറയുന്നു ഈ സ്ഥാപനങ്ങൾ ഞങ്ങൾ പൂട്ടിക്കും. ഇതിനു മുമ്പ് ഇവര് പറഞ്ഞത് എന്തായിരുന്നു? ഇത്രയും ആളുകൾ ഞങ്ങളുടെ ഇസ്ലാമിക തീവ്രവാദ ആശയങ്ങളെ എതിർക്കുന്നു, പ്രത്യക്ഷമായും പരോക്ഷമായും ഈ രാജ്യത്തെ മതവൽക്കരിക്കുന്നതിൽ നിന്ന് തടയുന്ന ഇത്രയും ആളുകളെ ഞങ്ങൾ വകവരുത്തും. ആ ഹിറ്റ് ലിസ്റ്റിന്റെ ആദ്യത്തെ 10ൽ ഇടം പിടിച്ച വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഇവരുടെ ഭീകരത എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ഞാൻ പാലാ ബിഷപ്പിന് പിന്തുണ പ്രഖ്യാപിച്ച അന്ന് എനിക്ക് വന്ന ഭീഷണി കോളുകൾ ഞാൻ NIAക്ക് കൈമാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജോസഫ് മാഷിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഇപ്പോഴിതാ എസൻസ് ഗ്ലോബലിന്റെ വേദിയിലേക്ക് ഒരു ചെറിയ പയ്യൻ തോക്കുമായി വന്ന് തസ്ലീമ നസ്രിനെയും രവിചന്ദ്രനെയും ജോസഫ് മാഷയെയും അങ്ങനെ 3-4 തലകൾ ലക്ഷ്യം വെച്ചെത്തിയ ഈ ഭീകരരെ എതിർത്തപ്പോഴും നമുക്കിവിടെ നിലനിൽപ്പില്ലാത്ത രൂപത്തിൽ നമ്മളെ ഭീഷണി കൊണ്ട് പൊതിയുക. വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ. ഇവരെല്ലാം ഒരേ ലക്ഷ്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരേ തൂവൽ പക്ഷികളാണോ? ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പൊതുവായ ഒരു രീതിയാണ് തങ്ങളുടെ ടാർഗറ്റുകളുടെ ലിസ്റ്റും പേർ വിവരങ്ങളും തയ്യാറാക്കുക എന്നത്. ഓരോ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞ് അവിടെ തങ്ങളുടെ മതത്തിന് അനഭിമതരുണ്ടെങ്കിൽ അവരെ ആസൂത്രിതമായി ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഇത്തരം ഭീകരവാദികൾ ലോകമെമ്പാടും ആധിപത്യം സ്ഥാപിക്കുന്നത്. അങ്ങ് നൈജീരിയ മുതൽ ഇങ്ങ് കേരളം വരെ ഇത്തരം ആസൂത്രണങ്ങൾ വ്യാപകമാണ്. അത്തരം ആസൂത്രണങ്ങളുടെ ഫലമാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്ന ഭീകരാവസ്ഥ. ഇത് അങ്ങേയറ്റം ആപൽക്കരമായി മാറുമെന്ന കാര്യത്തിന് തെല്ലും തർക്കമില്ല. ഏതാനും വർഷങ്ങൾക്കപ്പുറത്ത് നിരോധിക്കപ്പെട്ട ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ കൊന്നു തള്ളാൻ സ്കെച്ചിട്ട ഒരു ജില്ലാ ജഡ്ജി അടക്കം 950 ആളുകളുടെ ഹിറ്റ് ലിസ്റ്റ് വിവരങ്ങളായിരുന്നു NIA കോടതിയിൽ സമർപ്പിച്ച് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഈ ഹിറ്റ് ലിസ്റ്റിന് പിന്നിൽ പല വിഭാഗങ്ങളായി ഒരു വലിയ സംഘം ആൾക്കാർ തന്നെ പ്രവർത്തിച്ചിരുന്നുവെന്നും ആക്രമണം സംഘടിപ്പിക്കുവാൻ ഇവർക്ക് പ്രത്യേക പരിശീലനം അടക്കം നൽകിയിരുന്നുവെന്നതുമാണ് കണ്ടെത്തിയത്. വിവിധ കേസുകളിൽ പിടിയിലായ PFI പ്രവർത്തകരിൽ നിന്നാണ് ഹിറ്റ് ലിസ്റ്റിന്റെ വിവരങ്ങൾ NIAക്ക് ലഭിച്ചത്. RSS നേതാവ് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതിയായ സിറാജുദ്ദീൻ എന്ന ഭീകരന്റെ കയ്യിൽ നിന്നും 240 പേരുടെ ലിസ്റ്റും മറ്റു പ്രതികളിൽ നിന്ന് യഥാക്രമം 5, 232, 500 എന്നിങ്ങനെ കൊന്നു തള്ളേണ്ടവരുടെ ലിസ്റ്റാണ് കിട്ടിയത്. തങ്ങളുടെ ശത്രു നിഗ്രഹത്തിനായി ലിസ്റ്റ് ഉണ്ടാക്കൽ ഇവർക്ക് പണ്ടേ ശീലമുള്ളതാണ്.
ഇവിടെ സമസ്തയുടെ ചോട്ടാ നേതാക്കന്മാരെല്ലാം ചേർന്ന് QR കോഡിലൂടെയാണ് സ്കൂളുകളുടെ ലിസ്റ്റ് ശേഖരിക്കണമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് മുൻപ് അവർ പുറത്തിറക്കിയ ബുക്ക്ലെറ്റിൽ എങ്ങനെ 2047 ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കാമെന്ന് വിശദീകരിക്കുന്നിടത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം തന്നെയാണ് അന്യമതസ്ഥരുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്നതിന്റെ മാതൃക. വ്യക്തമായി പറഞ്ഞാൽ ഈ QR കോഡ് ക്യാമ്പയിൻ വെറും തള്ള് മാത്രമായിരിക്കാനാണ് സാധ്യത. കാരണം കലാപമുണ്ടാക്കി പൂട്ടിക്കേണ്ട ഇതര മതസ്ഥരുടെ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിന്റെ വിശദ വിവരങ്ങൾ ഇതിനോടകം തന്നെ ഭീകരന്മാരുടെ കൈകളിൽ എത്തിയിട്ടുണ്ട്. ക്യാമ്പയിൻ പ്രഖ്യാപിച്ചതിന്റെ പിന്നാലെ തന്നെ ലിസ്റ്റ് പൂർത്തിയായി എന്ന് പറയാൻ ഇവർക്ക് കഴിഞ്ഞത് എങ്ങനെ എന്ന സംശയം ഇപ്പോൾ ശക്തമാവുകയാണ്. നിസ്കാരമുറിയുടെയും ഹിജാബ് ധരിക്കുന്നതിന്റെയും ആകസ്മികമായി മാനേജ്മെന്റിനെതിരെ ഉണ്ടാകുന്ന സംഭവങ്ങളുടെയും പേരിൽ ഇത്തരത്തിൽ പ്രക്ഷോഭം ഉണ്ടാക്കാനുള്ള ആസൂത്രണങ്ങളുടെ നിറവേറലായിരുന്നു കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലും മൂവാറ്റുപുഴ നിർമ്മല കോളേജിലും പൈങ്ങോട്ടൂർ സ്കൂളിലും വടക്കുള്ള ചില സ്കൂളുകളിലും ഒടുവിൽ പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലും വന്നെത്തിയത്. ഈ QR കോഡ് ലിസ്റ്റ് വന്നാലും ഇല്ലെങ്കിലും ഉടൻ തന്നെ ഈ QR കോഡ് വെച്ചിട്ട് ഇവർക്ക് ചെയ്യേണ്ടത് ഇസ്ലാമിനെ എതിർക്കുന്ന, ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്ന ഈ ഭീകരവാദികളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും, എല്ലാ സംഘടനകളെയും, എല്ലാ സ്ഥാപനങ്ങളെയും ഇല്ലാതാക്കുക എന്നതാണ്. ഇതിനെ സംബന്ധിച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇതിനെക്കുറിച്ച് ആരെങ്കിലും എതിർക്കാൻ നമ്മുടെ നാട്ടിലെ മതേതര വിശ്വാസികളെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം നമ്മുടെ നാട്ടിലെ മതേതരന്മാർക്ക് ഒരു പ്രത്യേക രൂപത്തിലുള്ള മതേതരത്വമാണ്. അവർക്ക് നമുക്ക് മനസ്സിലാകുമല്ലോ, രാത്രി അവർ ഏതാശയക്കാരാണ്, പകല് അവർ ഏതാശയക്കാരാണ്, അവരാരെ ഭയന്നിട്ടാണ് അവരുടെ തീവ്രവാദ ആശയങ്ങൾ പുറത്തു പറയാതിരിക്കുന്നത് എന്നൊക്കെ വളരെ നന്നായിട്ട് നമുക്ക് അറിയുന്നതാണല്ലോ. അതുകൊണ്ട് അവരുടെ വിഷയങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരെ സംബന്ധിക്കുന്ന, ഈ തീവ്രവാദികളെ സംബന്ധിക്കുന്ന ഭീകരവാദത്തെയും തീവ്രവാദത്തെയും കുറിച്ച് ഒരു വാക്കുപോലും നമ്മുടെ നാട്ടിലെ സെക്യുലറിസ്റ്റുകളിൽ നിന്ന്, നമ്മുടെ നാട്ടില് 916 സെക്യുലറിസ്റ്റുകൾ ഉണ്ടല്ലോ, അവരിൽ നിന്നും പ്രതീക്ഷിക്കരുത്, ഉണ്ടാകത്തില്ല. അവർക്കതിനൊന്നും നേരെയില്ലെന്നേ. നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ രാജ്യസ്നേഹവും മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടിയുമൊക്കെ എന്തെങ്കിലും പറയുക എന്ന് പറഞ്ഞാല് അവർക്ക് ബുദ്ധിമുട്ടുള്ള സംഗതിയാ. കാരണം നാളെ വീണ്ടും അവർക്ക് മുസ്ലിങ്ങളുടെ തോളിൽ കൈയിടാനുള്ളതാണ്. പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ നമ്മൾ അവരെ ഇങ്ങോട്ട് വിളിക്കുന്നു, അവരുടെ വിശേഷ ദിവസങ്ങളിൽ നമ്മൾ അവരുടെ ക്ഷണം സ്വീകരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് സ്നേഹവും മതേതരത്വവും ഒക്കെ പങ്കുവെക്കണം. അങ്ങനെ ഞങ്ങൾക്കൊരു കപട മതേതരനായിട്ട് അങ്ങോട്ട് തുടരണം. തന്നെയുമല്ല, നാളെ നമ്മൾ ചവിട്ടി നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ എത്തിയാൽ പോലും ഒരിക്കലും ഈ മതതീവ്രവാദികളെ എതിർക്കാനോ മതതീവ്രവാദത്തെ എതിർക്കാനോ ഒരു കാരണവശാലും നമ്മുടെ നാട്ടിലെ സെക്യുലറിസ്റ്റുകൾ ശ്രമിക്കില്ല എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. മുമ്പ് നമ്മുടെ മറുനാടൻ ഷാജൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. SDPIയുടെ സംഹാരശേഷി നീ ഓർത്തു വെച്ചോ എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരന്റെ ഭയപ്പെടുത്തുന്ന ഒരു വീഡിയോ. അയാളുടെ ഭയപ്പെടുത്തുന്ന, കാരണം കേരളം അക്ഷരാർത്ഥത്തിൽ ഭയപ്പെട്ടു പോയ ഒരു പ്രഭാഷണം തന്നെയായിരുന്നു അത്. നിങ്ങളൊന്ന് കേട്ടു നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം അങ്ങനെ അത്തരം പ്രഭാഷണങ്ങളെ സംബന്ധിച്ചും അത്തരം ഭീകരതയെ സംബന്ധിച്ചും ഓർമ്മപ്പെടുത്തിയപ്പോൾ മറുനാടനെ ഒരു മുസ്ലിം വിരുദ്ധനായിട്ടാണ് ഇവര് വാഴ്ത്തിപ്പാടിയത്. കാരണം ഇതിനെ എതിർക്കരുത്, എതിർത്ത് കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തും, ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതാണ് ഇവരുടെ രീതി. വളരെ ഭയപ്പെടുത്തുന്ന രണ്ട് പ്രഭാഷണങ്ങളെ സംബന്ധിച്ച് അന്ന് ഷാജൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേട്ടോ. നമസ്കാരം. ഭയപ്പെടുത്തുന്ന രണ്ട് പ്രസംഗങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. രണ്ടും SDPI പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ നടത്തിയ പ്രസംഗങ്ങളാണ്. ഒന്ന് മണ്ണാർക്കാട് ഒരു യോഗത്തിലാണെന്ന് ആ പ്രസംഗം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. മറ്റത് എവിടെയാണെന്ന് വ്യക്തമല്ല. ഈ രണ്ട് പ്രസംഗങ്ങളും വാസ്തവത്തിൽ ചോര തിളപ്പിക്കുന്ന പ്രസംഗങ്ങളാണ്. കാരണം അവരുടെ ഭാഷ, അവരുടെ ആംഗ്യം, അവർ പറയുന്ന വിഷയങ്ങൾ അത് ഭയപ്പെടുത്തുന്നതും കോപമുണ്ടാക്കുന്നതുമാണ്.
മണ്ണാർക്കാട് പ്രസംഗം ആദ്യം കേൾക്കുക. ഈ മണ്ണാർക്കാട് പ്രിയപ്പെട്ട RSSകാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഭരണഘടനാ പ്രകാരം നിങ്ങൾക്ക് പ്രകടനങ്ങൾ നടത്താം, നിങ്ങളുടെ പരിപാടികൾ നടത്താം. പക്ഷേ മധ്യപ്രദേശിലെ പോലെ ഗുജറാത്തിലെ പോലെ ഏതെങ്കിലും പള്ളികൾക്ക് നേരെ കൈ ഉയർന്നാൽ RSSകാരെ കൃത്യമായി മനസ്സിലാക്കി വെച്ചോളണം. കാരണം SDPIയുടെ സംഹാരശേഷി നീ അനുഭവിച്ചറിഞ്ഞവനാണ്. ഉത്തരേന്ത്യയിലെ മാത്രമല്ല, ഈ കേരളത്തിലും നീ അനുഭവിച്ചറിഞ്ഞവനാണ്. ഓർമ്മയുണ്ടാവും, നിങ്ങൾക്ക് കൃത്യമായി ഓർമ്മയുണ്ടാവും. മറക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിന്റെ മുഴുവൻ സംഹാരങ്ങളുമായിക്കൊണ്ട് ഈ രാജ്യത്ത് നീ മുഴുവൻ സംഹാരങ്ങളുമായിക്കൊണ്ട് ഈ രാജ്യത്ത് താണ്ഡവമാടിയ അതേ സ്വരത്തിൽ, അതേ രൂപത്തിൽ, അതേ വേഗത്തിൽ നീ കഴിഞ്ഞ ദിവസം ഡിസംബർ 19 ഡിസംബർ 18-ാം തീയതി നീ ആലപ്പുഴയുടെ മണ്ണിലും നിന്റെ വിശ്വരൂപമായിക്കൊണ്ട് നീ വന്നു. മറന്നു കാണില്ല. പക്ഷേ ആ വിശ്വരൂപത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് ഇവിടുത്തെ നൂറുകണക്കിന് പോലീസുകാരും ഹർഷിതാക്കളുടെ മുഴുവൻ പോലീസുകാരും ഇവിടുത്തെ മുഴുവൻ വിശ്വരൂപങ്ങൾക്കും കാവലിൽ നിന്നിട്ടും വെറും 9 മണിക്കൂറും 12 മിനിറ്റും 8 സെക്കൻഡിനുമകം ആ വിശ്വരൂപത്തെ ഭസ്മമാക്കി ചൂണ്ടിയാക്കിയ ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് ഇന്ത്യ. ആ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത ഒരു യഹൂദിയാണ് ഉത്തരേന്ത്യ. ഈ പറഞ്ഞ സംഹാരതാണ്ഡവമായിക്കൊണ്ട് നീ പഠിച്ച സൃഷ്ടിയും സമത്വവും സ്തുതിയും സംഹാരവും ഞങ്ങളെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് കൃത്യമായിക്കൊണ്ട് അത് ഏത് ഭാഷയിലാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ഭാഷയിൽ തന്നെ പറയുന്നു. ഈ മണ്ണാർക്കാട് മണ്ഡലത്തിലോ മണ്ണാർക്കാട് പ്രദേശത്തോ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും അജണ്ടകളുടെ ഭാഗമായിക്കൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ, ഇവിടുത്തെ മുസ്ലിംകൾക്ക് നേരെ, ഇവിടുത്തെ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്ക് നേരെ ഒരു മണി കല്ലെങ്ങാനും എറിഞ്ഞാൽ നിന്റെ മുഴുവൻ സംഹാരതാണ്ഡവം അവസാനിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആലപ്പുഴ ഓർത്ത് വെക്കണം, പാലക്കാട് ഓർത്ത് വെക്കണം. എല്ലാ സ്ഥലവും ഓർത്ത് വെച്ചുകൊണ്ട് വേണം നിന്റെ വലത്തെ കൈയോ ഇടത്തെ കൈയോ ഉയർത്താനിന്റെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും സംഹാരശേഷി നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല, മറക്കരുതേ എന്ന് ശക്തമായി പറയുന്നു. കൃത്യമായി പറയുന്നു, SDPIയുടെ പ്രതികാരം എന്ന് പറയുന്നത് 9 മണിക്കൂർ 12 മിനിറ്റ് 8 സെക്കൻഡാണ്. അതായത് ഒരു SDPIക്കാരനെതിരെ ആരെങ്കിലും കൈ ഉയർത്തിയാൽ, ഒരു തനി മണൽ വാരി എറിഞ്ഞാൽ അവന് ഈ ലോകത്ത് ജീവിക്കാൻ ഞങ്ങൾ അനുവദിച്ചിരിക്കുന്ന സമയം 9 മണിക്കൂർ 12 മിനിറ്റ് 8 സെക്കൻഡ് ആണെന്ന് കൃത്യമായി പറയുന്നു. വാസ്തവത്തിൽ ഇവിടെ നടക്കുന്ന പല കൊലപാതകങ്ങളും ആരും അംഗീകരിക്കാൻ തയ്യാറാവില്ല, രാഷ്ട്രീയ കൊലപാതകങ്ങൾ. പക്ഷേ SDPI അത് തന്റെ അടുത്തോടുകൂടി അംഗീകരിക്കും. ഞങ്ങളാണ് കൊന്നത്. നിയമത്തിന് മുൻപിൽ ചെല്ലുമ്പോഴൊക്കെ നിഷേധിക്കുമായിരിക്കും. പക്ഷെ അവർ തന്റെ അടുത്ത് ഞങ്ങളാണ് കൊന്നത്, ഞങ്ങൾ കൊല്ലും, ഞങ്ങൾ കൊല്ലുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ പ്രസംഗം അതിനേക്കാൾ ഭയാനകമാണ്, കേൾക്കുക. ഇന്ത്യയിലെ ഒരു പൊന്നാര മക്കളും ചിന്തിക്കേണ്ട, എല്ലാത്തിനും എണ്ണി പ്രതികാരം ചോദിച്ചിട്ട് മാത്രമേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്, ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് പിന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സമൂഹത്തിന്റെ നാടിന് വേണ്ടി സ്ഥിതി ചെയ്ത പള്ളികളാണെങ്കിൽ ഒരു കാര്യമാറക്കാര എന്റെ അടിമേറിട്ട് പറയുകയാണ് ഇന്ത്യയിലെ പള്ളികൾ തകർത്തിട്ട് ഇന്ത്യയിലെ മുസ്ലിം മക്കൾ കൊന്നൊടുക്കിയിട്ട് RSSകാരനും അവന്റെ വിശ്വാസവുമായി മുന്നോട്ട് പോകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ RSS കേന്ദ്രങ്ങൾക്ക് ബലി നടത്താൻ പോലും ആളില്ലാതെ ബാക്കിയാക്കി പോകുന്ന പ്രസ്ഥാനമായി RSS പോകും. അതിന് യാതൊരു പേടിയും നടക്കില്ല, അത് യാതൊരു മടിയുമില്ല. നിങ്ങൾ വിചാരിക്കുക അവിടെ മുസ്ലിങ്ങളെ കൊന്നപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെ കറുകാൻ വിചാരിക്കില്ല. ഇത് ഞങ്ങളുടെ കരച്ചിലല്ല. നാളെ നിങ്ങളെ സൗകര്യപരമായി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ സുരക്ഷിതമായി വീട്ടിൽ വെക്കണമെന്നുള്ള താല്പര്യമാണ് പോപ്പുലറിന്റെ പ്രതിഷേധങ്ങൾ. അല്ലാതെ ഞങ്ങളുടെ വിവാദങ്ങളല്ലെങ്കിൽ എന്റെ ശബ്ദത്തിരിക്കുന്ന RSSനോടും സംഘപരിവാര വന്നുകൂടത്തോടും നിങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെ കൊന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ സമാധാനമായി കൊന്നടിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എണ്ണി രാജ്യത്തിന്റെ മണ്ണിന് പ്രതികാരം ചോദിക്കാതെ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ കോടതികൾ വിചാരണ നടത്താതെ നിങ്ങൾ ആരും കാലം കഴിഞ്ഞു വന്നുവെന്ന് അങ്ങനെ വിചാരിക്കണ്ട. ആ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ കൊന്നെടുക്കാൻ വേണ്ടി ഒരു രാത്രി RSSന്റെ സംഘപരിവാര ഭരണകൂടം കൊന്നെടുക്കാൻ പോയപ്പോൾ ഏതാണ്ട് 10ഓളം വരുന്ന മുസ്ലിമീങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ ഒരു ഡസനിലെ RSSകാരന്റെ ശവശരീരവുമായി തിരിച്ചു പോകേണ്ട ഗതികേട് ഡൽഹിയിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ത്രിപുരയിലും അടിക്കുകയില്ല, അത് കേരളത്തിലും ഉണ്ടാവാതിരിക്കുകയില്ല, അത് ഗുജറാത്തിലും ഉണ്ടാവാതിരിക്കുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അവസാന ബലികർമ്മം പോലും നടത്താൻ അവശേഷിക്കാൻ നിന്റെയൊക്കെ കുടുംബത്തിൽ ഒരു തരി പോലും ബാക്കിയില്ലാത്ത വിധത്തില് ഇന്ത്യയുടെ ജനാധിപത്യം പ്രതികാരം ചെയ്യേണ്ടി വരും. ഈ ജനാധിപത്യ വിശ്വാസം കൊണ്ട് പോപ്പുലറിന്റെ പ്രതിഷേധങ്ങള് ഞങ്ങളെ കണ്ണീരുകളായി ആരും കാണണ്ട, ഞങ്ങളെ വിലാപങ്ങളായി കാണണ്ട. ഇത് താക്കീതുകളാണ്. വരുന്ന താക്കീതുകൾക്ക് എല്ലാത്തിനും പ്രതിഷേധത്തിന്റെ സ്വരമായിരിക്കില്ല, ഈ പ്രകടനത്തിന്റെ രീതിയായിരിക്കില്ല, പ്രസംഗത്തിന്റെ ശൈലി ആയിരിക്കില്ല. അതിന്റെ ശൈലികൾ മാറും, അതിന്റെ കോലത്തിന്റെയും രൂപത്തിന്റെയും ഭാവം മാറും. ആ ഭാവം മാറിയാല് ഇന്ത്യയിലെ RSSകാരന് ഗതികേട് കൊണ്ടുപോകേണ്ടി വരും. അന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ തച്ചുടയ്ക്കാൻ വന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി പോരാടിക്കൊണ്ട്
നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തുകൊണ്ട്, രാജ്യത്തെ ഒറ്റുകൊടുത്തുകൊണ്ട്, അന്ന് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ വന്ന അന്നത്തെ RSSകാരെ അടിച്ചു കൊന്ന് പൊട്ടക്കളിച്ച് താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടിമറയിട്ട് പറയുന്നു, ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, ജനാധിപത്യത്തിന്റെ ശക്തികളിൽ നിന്ന് ജനാധിപത്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യയുടെ മതേതരത്വത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യയുടെ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയിലെ RSSകാരോട് ഞങ്ങൾ പറയുന്നു, താക്കീതിന്റെ സ്വരത്തിൽ പറയുന്നു, അന്നത്തെ പൊട്ടക്കണക്കില് നിങ്ങൾക്ക് വിരലിലെണ്ണാവുന്ന RSSകാരുടെ ശവശരീരങ്ങളാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടി ഇനിയും നിങ്ങളുടെ ശവശരീരങ്ങൾ പൊട്ടക്കണക്കിലേക്ക് തള്ളിവിടണമെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ്. ആ പ്രസംഗത്തെ കുറിച്ച് വിശദീകരിക്കാൻ പോലും സാധിക്കുന്നില്ല. അത്രയേറെ ഭയം ജനിക്കുന്നതാണ്. ലോകത്ത് എവിടെയാണെങ്കിലും 10 പേരെ കൊന്നിടത്ത് ഞങ്ങൾ 12 പേരെ കൊന്നിട്ടുള്ളൂ, നിങ്ങളുടെയൊക്കെ ശവശരീരം തിരിച്ചെടുക്കാൻ കഴിയില്ല, ബലി അർപ്പിക്കുന്നതിന് ഒരാളും RSSകാരന്റെ വീട്ടിൽ ബാക്കി ഉണ്ടാവില്ല തുടങ്ങിയ ഭയപ്പെടുത്തുന്ന വെല്ലുവിളികൾ. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ ചോദിക്കും, ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് പള്ളി തകർത്താൽ മുസ്ലിമിനെ കൊന്നാൽ എന്നല്ലേ എന്ന്. പള്ളി തകർക്കുകയോ മുസ്ലിമിനെ കൊല്ലുകയോ ചെയ്യാതെ നിങ്ങൾ ഇങ്ങനെ കൂടെ പള്ളി തകർത്താൽ മുസ്ലിമിനെ കൊന്നാൽ എന്ന് പറയുന്നത് വൃത്തികേട്. എവിടെയാണ് പള്ളി തകർത്തിരിക്കുന്നത്? എവിടെയാണ് മുസ്ലിമിനെ കൊന്നിരിക്കുന്നത്? പള്ളി തകർത്താൽ മുസ്ലിമിനെ കൊന്നാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ആഗ്രഹിക്കുന്നു. കാരണം ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരു RSSകാരന് ജീവൻ എടുക്കണം, അതുകൊണ്ട് നിങ്ങൾ ഒരു പള്ളി തകർക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മുസ്ലിമിനെ കൊല്ലൂ എന്ന് ആഹ്വാനം ചെയ്യുന്നത് പോലെയാണ്. ഒരിടത്തും മതത്തിന്റെ പേരിൽ, ഏതെങ്കിലും ഒരു പ്രത്യേക കാരണത്തിന്റെ പേരിൽ ഇന്ത്യയിലുള്ളതും ഗുജറാത്ത് കലാപം അടക്കമുള്ള കലാപങ്ങളും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരങ്ങളും ഒക്കെ അവിടെ നിൽക്കുമ്പോഴും, ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറയുമ്പോൾ ഗോദ്രയെ കുറിച്ച് നമ്മൾ മറക്കരുത്, അതൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ആരും ഒരു വംശഗതി എന്ന അടിസ്ഥാനത്തിൽ കത്തിയും എടുത്തുകൊണ്ട് തോക്കെടുത്തുകൊണ്ട് എല്ലാ മുസ്ലിമിനെ കൊന്നെടുക്കാമെന്ന് നമ്മുടെ നാട്ടിൽ ആരും പോകുന്നില്ല. ഒരു പള്ളിയിലേക്കും ആരും നമ്മുടെ നാട്ടിൽ ആരും മുസ്ലിങ്ങൾക്ക് തലവേദനയല്ല, മറിച്ച് ഈ മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന തലവേദന കാരണം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ നെട്ടോട്ടമോടുന്ന ആ മുസ്ലിങ്ങളുടെ നാടായി മാറിയിരിക്കുകയാണ് ഈ കൊച്ചു. സ്വതന്ത്ര ഭാരതത്തിന്റെ അവസ്ഥയായിരുന്നാലും അത് തന്നെ. അല്ലാതെ ആരും ഒരു രൂപത്തിലും മുസ്ലിങ്ങൾക്ക് ഭീഷണിയല്ല. മുസ്ലിങ്ങൾക്ക് എവിടെ കയറിയാലും അവർക്ക് അവരുടെ മതമാണ് പ്രധാനം. ഇപ്പോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ കയറിപ്പോയി അവിടെ പ്രശ്നമുണ്ടാക്കുന്നത് ആരാ? എവിടെയായിരുന്നാലും ഏതേത് പ്രശ്നങ്ങൾ എടുത്തിരുന്നാലും ശരി, അവിടെയെല്ലാം ഞങ്ങളുടേതായിട്ടുള്ള മതമുദ്രകൾ നമുക്ക് പതിക്കണമെന്ന് പറഞ്ഞ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവേഷം വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ആരാധനാ സൗകര്യങ്ങൾ വേണം, ഞങ്ങൾക്ക് വേഷവിധാനങ്ങൾ വേണം, ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മതം, ആ സ്ഥാപനത്തിന്റെ ആശയം, ആദർശം, മതം, രാഷ്ട്രീയം, വിശ്വാസം, നിലപാടുകൾ, അഭിപ്രായങ്ങൾ എല്ലാം എവിടെയും ഞങ്ങൾക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞു പ്രശ്നമുണ്ടാക്കുന്നത് ആരാ? നിർമ്മല കോളേജില് നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കി പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ച കുട്ടികൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത് ഞങ്ങളുടെ മതമാണിത്, ഞങ്ങൾക്ക് മതവേഷം ധരിക്കണമെന്നായിരുന്നില്ല, മറിച്ച് ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്ന അപകടകരമായ ഒരു വസ്തുതയാണ് അവിടെ ഉന്നയിച്ചത്. ഞങ്ങൾ ഇപ്പോഴും ഇവിടെ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ മതനിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ടോ? ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ, ഞങ്ങൾക്ക് എന്താ ഞങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ച് തന്നാല്, ഞങ്ങളുടെ മതം ഞങ്ങൾക്ക് എന്താ ഫോളോ ചെയ്യാൻ പറ്റിയാല്? പക്ഷേ ഇറാന്റെ അവസ്ഥ നമ്മൾ കണ്ടില്ലേ? ഇറാനിലെ ആയത്തുള്ള അലി ഖുമേനിയുടെ നിയമം അനുസരിച്ച്, അദ്ദേഹത്തിന്റെ മത അഭിപ്രായം അനുസരിച്ചിട്ടാണ് 1980കളിലും 70കളിലും 60കളിലും ദി സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന ഖുർആനിലെ പിശാചിന്റെ വചനങ്ങൾ തെരഞ്ഞു പിടിച്ചെഴുതി ലോകത്തിനൊരു പുസ്തക രൂപത്തിൽ കാണിച്ചു കൊടുത്ത സൽമാൻ റുഷ്ദിയുടെ തലയെടുക്കാൻ അവൻ അന്ന് വിധിച്ചത്. ഇറാന്റെ പരമോന്നത നേതാവെന്ന് പറയുന്ന ആയത്തുള്ള അലി ഖുമേനി അന്ന് വിധിച്ചു. അവന്റെ കുടുംബത്തിന് ഇന്ന് മതമുണ്ടോ, മതവേഷമുണ്ടോ? തുർക്കി എർദോഗാൻ നമുക്കറിയാം. ഒന്നും വേണ്ട, 2022 മഹ്സ അമിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ശരിയാവണ്ണം തട്ടം ധരിച്ചില്ല,
ഒരു തുണി നന്നായിട്ട് മറച്ചില്ല, ഒരു കഷ്ണം തലമുടി പുറത്ത് കണ്ടുപോയി എന്ന കാരണത്താൽ അതിനെ മൂക്ക് മുറിച്ചും മുടി മുറിച്ചും അടിവയറ്റിൽ ചവിട്ടിയും കൊന്ന ആ ഭീകരന്മാരുടെ ഈ സ്വേച്ഛാധിപത്യത്തിനെതിരെ രംഗത്തിറങ്ങിയതിന്റെ പേരിൽ നൂറുകണക്കിന് ആളുകളെ ജയിലിൽ കൂട്ടിയിട്ട് കത്തിച്ചു കൊന്ന ആയത്തുള്ള അലി ഖുമേനിയുടെ കുടുംബത്തിന് ഇന്ന് ഹിജാബ് ഉണ്ടോ? ഇല്ല. അതെന്താ കാക്ക? ഇറാനിലെ ആയത്തുള്ള അലി ഖുമേനിക്കും കുടുംബത്തിനും സ്വർഗത്തിൽ പോകണ്ടായോ? അവരെ കാത്തിരിക്കുന്ന ഹൂറികൾ നിരാശരാകത്തില്ലയോ? അവരെ നിങ്ങൾക്ക് ഉപദേശിക്കണ്ടായോ? അവരോട് നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഖബറിലെ മർദ്ദനങ്ങളെ കുറിച്ച്, ലോക്കപ്പ് മർദ്ദനങ്ങളെ കുറിച്ച് ഒന്നും നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടായോ? അവരോട് നിങ്ങൾ ഇസ്ലാമിക വേഷവിധാനത്തെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യില്ലേ നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച്? അപ്പൊ നിങ്ങൾ എന്തോ പറയും? അല്ല, ഇവിടത്തെ ആളുകൾക്ക് മാത്രം മതിയോ സന്മാർഗം? ട്രംപിനെ സ്വീകരിച്ച മുടിയിട്ടാട്ടിയ കാഫിറുകളായി പോയ മതം വിട്ട നൂറുകണക്കിന് സ്ത്രീകൾ ദുബൈയിൽ നമ്മൾ കണ്ടില്ലേ? സൗദിയിൽ നമ്മൾ കണ്ടില്ലേ? അയ്യോ, അവർക്കൊന്നും സ്വർഗം വേണ്ട. ദുബൈ രാജകുമാരിക്ക് സ്വർഗം വേണ്ട, അവര് മതം വിട്ടല്ലോ. കുവൈറ്റ് രാജകുമാരന് മതം വേണ്ട, അവര് മതം വിട്ടല്ലോ. MBS മതം വേണ്ട, അവര് മതം വിട്ടല്ലോ. ഇന്തോനേഷ്യയിലെ രാജാവിന്റെ മകൾക്ക് മതം വേണ്ട. അവർക്കൊന്നും ഉപദേശിച്ച് നിങ്ങൾ അവരെ ഒന്നും സ്വർഗത്തിൽ എത്തിക്കാത്തത് എന്താ കൂട്ടരെ? നിങ്ങൾക്ക് ഇവിടെയുള്ള 4 മലയാളികളെ മാത്രം സ്വർഗത്തിൽ എത്തിച്ചാൽ മതിയോ? നമ്മുടെ നാട്ടിൽ ഈ അടുത്തിടെയാണ് കൊച്ചി പള്ളുരുത്തിയിലെ സെയിന്റ് റീറ്റാസ് പബ്ലിക് സ്കൂളിൽ ഹിജാബ് ധരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ രക്ഷകർത്താവ്, പിന്നീട് ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഒക്കെ തന്നെ ഒരു വലിയ പ്രശ്നം ഉന്നയിക്കുന്നത്. ഈ ഒരു സമയത്ത് ഹിജാബിനെ അനുകൂലിക്കുന്ന ആൾക്കാർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് അത് ഇസ്ലാം മതവിശ്വാസ പ്രകാരമുള്ള അടിസ്ഥാനമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഒരു ആചാരമാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് കഴിയില്ല എന്നാണ്. എന്നാൽ മുമ്പ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഹിജാബുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇസ്ലാം മതപണ്ഡിതന്മാരോട് കോടതികൾ ഈ വിവരം ആരാഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഹിജാബ് ധരിച്ചിരിക്കണം എന്നൊരു നിഷ്കർഷയില്ല, അതുകൊണ്ട് തന്നെ അതിനെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യത അഥവാ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയിട്ട് കാണേണ്ടതില്ല എന്നായിരുന്നു. നമുക്കറിയാം, എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഹിജാബ് ധരിക്കുക എന്നുള്ളത് നിർബന്ധിതമായിട്ടുള്ള ഒരു കാര്യമല്ല. എന്നാൽ ഇറാനിൽ ഹിജാബ് ധരിക്കുക എന്നുള്ളത് നിയമപ്രകാരം തന്നെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെതിരെ അവിടെ പ്രതിഷേധം നടത്തുന്നത് ഇറാനി മുസ്ലിം സ്ത്രീകൾ തന്നെയാണ്. ഹിജാബ് പരസ്യമായിട്ട് കത്തിക്കുക, ഹിജാബ് ഇല്ലാതെ മുടി കാണിച്ചുകൊണ്ട് തെരുവുകളിലും മറ്റും പ്രതിഷേധ പ്രകടനം നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഭരണവർഗത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്നാൽ ഹിജാബ് വേണം വേണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരാളിന്റെ കുടുംബത്തിലുള്ള സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. നമുക്കറിയാം, ഹിജാബ് ഇറാനിൽ നിർബന്ധമാക്കിയതിനു ശേഷം അതിശക്തമായിട്ടുള്ള സിവിലിയൻ പ്രൊട്ടസ്റ്റ് ആണ് അവിടെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഭരണകൂടം പല തരത്തിലാണ് അവരെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. അതിനായി 80,000 സദാചാര പോലീസുകാരെ പോലും നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള പല ആക്ടിവിസ്റ്റുകളുടെയും ആരോപണം. എന്തായാലും നിയമം മൂലം അത് നിർബന്ധമാക്കുന്നു. അതിനെ വയലേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കായികമായിട്ടുള്ള ഓരോ ആളിന്റെയും ഓരോ പെണ്ണിന്റെയും പിന്നാലെ സദാചാര പോലീസിങ് നടക്കുക. എന്താ കാര്യം? അവർ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്നറിയണം, അവരുടെ തലമുടി പുറത്ത് കാണുന്നുണ്ടോ എന്നറിയണം, അവരുടെ കൂടെ പോകുന്ന ആളിനോടൊപ്പമുള്ള റേഷൻ കാർഡിലെ പേര് കാണിക്കണം. പാപ്പയാണോ, ഭർത്താവാണോ, സഹോദരനാണോ, മകനാണോ, അയൽക്കാരനാണോ, കാമുകനാണോ, ഡിവോഴ്സ് ചെയ്ത ഭർത്താവാണോ, കൂട്ടുകാരനാണോ, എല്ലാ കാര്യങ്ങളും കാണിച്ചിരിക്കണം. ഇങ്ങനത്തെ ഒരു നാട്ടില് ഇവർക്കിതൊന്നും കാണുന്നില്ലല്ലോ. ഒരു കഷ്ണം തലമുടി പുറത്ത് കണ്ടു എന്നതിന്റെ പേരിൽ ഇറാനിലെ ഖൊമേനി സർക്കാർ ക്രൂരമായി കൊന്നു തള്ളിയ മഹ്സാമിനി എന്ന യുവതിക്കു വേണ്ടി കേരളത്തിന്റെ മതേതരത്വം എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നോ? ഇല്ല. പ്രതിഷേധം നേരിടേണ്ടി വരുന്നു. അവർക്ക് അതിശക്തമായിട്ടുള്ള നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് വരുന്നു. പല ആൾക്കാരും രാജ്യം വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ തന്നെ ചില കൊലപാതകങ്ങൾ ഉണ്ടായിരിക്കുന്നത് പോലും സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള മർഡർ ആണ് എന്ന തരത്തിലുള്ള അതിശക്തമായിട്ടുള്ള ആരോപണമാണ് ഇറാനിൽ സർക്കാർ നേരിടുന്നത്. ഈ സമയത്താണ് ആയത്തുള്ള അൽ ഖമനേയുടെ പ്രധാനപ്പെട്ട ഒരു ഉപദേഷ്ടാവും
നേരത്തെ സർക്കാരിൽ ഭാഗമാകുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിട്ടുള്ള അലി ഷംഖാനി എന്നയാളുടെ മകളുടെ വിവാഹത്തിന്റെ വീഡിയോ വളരെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ അലി ഷംഖാനി അവിടുത്തെ ഹൈറാങ്കിംഗ് ഒഫീഷ്യലാണ്. അതുകൂടാതെ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ മുൻ സെക്രട്ടറി കൂടിയാണ്. 2013 മുതൽ 2023 വരെ 10 വർഷക്കാലം ഈ സംവിധാനത്തിന്റെ സെക്രട്ടറി ആയിട്ട് ഇയാൾ പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അതിശക്തമായിട്ടുള്ള ഹിജാബ് നിയമങ്ങൾ ഇറാനിൽ നടപ്പാക്കിയത്. 2022 ഇതിന്റെ പ്രതിഷേധത്തെ തുടർന്ന് മഹ്സ അമിനി എന്ന പേരിലുള്ള 22 വയസ്സുള്ള ഒരു പെൺകുട്ടി കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി. അവർ പ്രോപ്പറായിട്ട് ഹിജാബ് ധരിച്ചില്ല, അവരുടെ മുടി പുറത്ത് കാണാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നതും. എന്നാൽ ഈ മഹ്സ അമിനിയുടെ മരണം ഉണ്ടായതിനു ശേഷം അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രാജ്യമൊട്ടാകെ ഉണ്ടാകുമ്പോൾ ബ്രൂട്ടൽ ഫോഴ്സ് ഉപയോഗിച്ച് അതിനെ അടിച്ച് അമർത്തുന്നതിന് ഇവരാരും വേണ്ടിയിട്ടാണ് കണ്ടില്ല അവിടെ അതൊന്നും ഇറാൻ കേട്ടോ. സർക്കാർ ശ്രമിച്ചത്. അതിന് നേതൃത്വം നൽകിയിരുന്ന വ്യക്തിയാണ് അലി ഷംഖാനി. ഈ ഹിജാബ് നിയമങ്ങൾ അതിശക്തമായി എൻഫോഴ്സ് ചെയ്യുന്നതിന്റെ ഭാഗമായി, പ്രതിഷേധത്തിനെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി 68 കുട്ടികൾ ഉൾപ്പെടെ 500-ലധികം ആൾക്കാരാണ് കൊല ചെയ്യപ്പെട്ടത്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ കണക്കനുസരിച്ച് 20,000-ലധികം പ്രതിഷേധക്കാരെയാണ് ഇതിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്തത്. അങ്ങനെ അതിശക്തമായിട്ട് ഇരുമ്പ് മുഷ്ടി കൊണ്ട് തന്നെയാണ് സർക്കാർ ഇങ്ങനെയുള്ള ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ നേരിട്ടത്. അതിന് തലപ്പത്ത് നിന്നിരുന്നയാളാണ് അലി ഷംഖാനി. എന്നാൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം ഇറാനിലെ ടെഹ്റാനിലുള്ള ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള എസ്പീനാസ് പാലസ് ഹോട്ടലിൽ വെച്ച് ഈ ഷംഖാനിയുടെ മകളുടെ വിവാഹ ചടങ്ങുകൾ നടന്നു. ഇത്രയും നാളും ആ വീഡിയോ വളരെ സ്വകാര്യമായിട്ട് തന്നെ അവർ സൂക്ഷിച്ചിരുന്നതാണ്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ വീഡിയോ എങ്ങനെയോ ലീക്കായി. അത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാകെ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോയിൽ കാണുന്നത് ഈ വിവാഹ ചടങ്ങുകളുടെ ഭാഗമായി ഷംഖാനി തന്റെ മകളുമൊത്ത് ഒരു വേദിയിലേക്ക് വരികയാണ്. അദ്ദേഹമാണ് മകളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. മകൾ ധരിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും വെസ്റ്റേൺ വെയർ എന്ന് പറയാവുന്ന ഒരു വസ്ത്രമാണ്. അതായത് വളരെ ലോ നെക്ലൈൻ ഉള്ള സ്ട്രാപ്ലെസ് ആയിട്ടുള്ള ഒരു വെളുത്ത ഗൗൺ ആണ് അവരുടെ വസ്ത്രം. അവർ ധരിച്ചിരിക്കുന്നത് ഹിജാബ് അല്ല, മറിച്ച് വെസ്റ്റേൺ വെഡിങ് അറ്റയറിലുള്ള ഒരു ശിരോവസ്ത്രമാണ്. വെളുത്ത നേർത്ത ഒരു ശിരോവസ്ത്രമാണ് അവർ ധരിച്ചിരിക്കുന്നത്. ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന ചില സ്ത്രീകളൊക്കെ ഹിജാബ് ധരിച്ചിട്ടുണ്ട് എങ്കിലും അതിൽ കുറെ അധികം സ്ത്രീകൾ ഒരു തരത്തിലുമുള്ള ശിരോവസ്ത്രം ധരിക്കാതെ അവരുടെ തലമുടി പൂർണ്ണമായിട്ടും എക്സ്പോസ് ചെയ്താണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞത്, സൗദി അറേബ്യയിൽ MBS ആയിരുന്നാലും, ദുബൈയിലെ ഷെയ്ഖ മെഹ്ർ ആയിരുന്നാലും, കുവൈറ്റിലെ യുവ രാജകുമാരനാണെങ്കിലും, ഇന്തോനേഷ്യയിലെ രാജാവിന്റെ മകളാണെങ്കിലും, തുർക്കിയിലെ എർദോഗാന്റെ കുടുംബാംഗങ്ങളാണെങ്കിലും, ഇറാനിയൻ ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബാംഗങ്ങളാണെങ്കിലും ഈ മതവേഷം വലിച്ചെറിയുന്നതും മതനിയമങ്ങൾ കാറ്റിൽ പറത്തി അവർക്കുള്ള ആകെ ഒരു ജീവിതം അവർ ആർഭാടപൂർവം ആസ്വദിക്കുന്നതും നമ്മൾ കാണും. പക്ഷേ ഇവരിത് സമ്മതിച്ചു തരില്ല, അത് വേറെ കാര്യം. ഇതൊന്നും ഇവർ കാണുന്നില്ല എന്നതാണ് ആകെ ഒരു സമാധാനം കേട്ടോ. നമ്മള് ഇപ്പോ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഭയപ്പെടുത്തുന്ന 2 വീഡിയോ കണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ കേരളത്തില് അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളില് ആരും മുസ്ലിങ്ങളെ കൊല്ലാനോ ഭീഷണിപ്പെടുത്താനോ പള്ളികൾ തകർക്കാനോ അവരുടെ സ്വൈര ജീവിതം ഇല്ലാതാക്കാനോ അവരുടെ മനുഷ്യാവകാശം ഹനിക്കാനോ ഒന്നും പോകുന്നില്ല. ഒരു മുസ്ലിമിനും ഈ നമ്മളിപ്പോ കേരളത്തിലായതുകൊണ്ടാണ് കേരളത്തിന്റെ സാഹചര്യങ്ങളെ എടുത്തു പറയുന്നത്. ഈ കേരളത്തിൽ അവരുടെ മതം ഫോളോ ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമില്ല. അവര് പബ്ലിക്കില് പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് അവർ ഈ നാട്ടിൽ കാണിച്ചു കൂട്ടുന്ന കോലാഹലങ്ങൾ, പള്ളി ഉറൂസുകളോടനുബന്ധിച്ച് ചന്ദനക്കുടം, പള്ളിയിലെ ഉത്സവങ്ങൾ എന്തെല്ലാമാണ് പൊതുജനങ്ങളുടെ ഗതാഗതം പോലും തടസ്സപ്പെടുത്തി എന്തെല്ലാം ഇവര് കാണിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ ഇതിനെ എതിർക്കാനോ തടയാനോ വിമർശിക്കാനോ രംഗത്ത് വരാറില്ല. കാരണം എന്താ? വളരെ ദുർബലമായിട്ടുള്ള മതവിഭാഗമാണിവർ. ഇവരുടെ വിശ്വാസവും ഇവരുടെ മതവികാരവും ഒക്കെ വളരെ പെട്ടെന്ന് വ്രണപ്പെട്ടു പോകും. അതിനെ മറ്റുള്ളവർ ഭയക്കുന്നു. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ആരും ഇതിനെ എതിർക്കാറില്ല. പിന്നെ എന്നെ പോലെയുള്ള കുറച്ച് റയർ പീസുകൾ മാത്രം ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയും. വേണമെങ്കിൽ നിങ്ങൾ അംഗീകരിച്ചാൽ മതി, ഒരു നിർബന്ധവുമില്ല അംഗീകരിക്കണമെന്ന്. എന്നാലും ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. ഈ മതത്തിനകത്ത് ജനിച്ചതുകൊണ്ടും ഈ സിറ്റുവേഷൻ അറിഞ്ഞ് മുന്നോട്ട് പോയതുകൊണ്ടും സ്വാഭാവികമായും ഈ മതത്തിന്റെ തീവ്രത എന്താണ് എന്ന് വളരെ നന്നായി എനിക്കറിയാം. ഞാനിത് അനുഭവിക്കുന്ന ആളാണ്. കാരണം മതം വിട്ടതിന്റെ പേരില് എന്തെല്ലാം രൂപത്തില് ഈ മതത്തെ വിമർശിക്കുന്നതിന്റെ പേരിൽ അനുഭവിക്കുന്ന ഭീഷണികളും കൊലവിളികളും എതിർപ്പുകളും മറ്റുള്ളവരുടെ വിയോജിപ്പുകളും വെറുപ്പും
കൊലവിളി, ഇതൊന്നും ഒട്ടും കുറവല്ല. അത് എന്തുകൊണ്ടാണ് എന്നും എനിക്കറിയാം. കാരണം അവർ വിശ്വസിക്കുന്ന ഒരു ആശയം, അതിനെ എതിർത്ത് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ, അത് എതിർക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മതവികാരങ്ങൾ, വേദനകൾ നമുക്കറിയാം. കാരണം മതമണ്ടന്മാരാ. അവര് 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് അവര് വിശ്വസിക്കുന്നത് പോലെ മറ്റുള്ളവരും വിശ്വസിക്കണം എന്ന തീവ്രമായിട്ടുള്ള ചിന്താഗതികൾ വച്ചു പുലർത്തുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാകും അവർക്ക് എന്തുകൊണ്ടാണ് എന്നോട് ഇത്രയധികം വിരോധമെന്ന്. പക്ഷേ യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ചില ഭരണാധികാരികൾ ആ നാട്ടിൽ സമാധാനം കൊണ്ടുവരാൻ നമ്മൾ ഇവരെ ഭയന്ന് നിലപാടുകൾ എടുത്താൽ നമ്മുടെ നാട് കുട്ടിച്ചോറാകുമെന്ന് മനസ്സിലാക്കി പ്രതികരിക്കും. മത തീവ്രവാദികൾ ഇനി ഏത് കൊമ്പത്തുള്ളവരായിരുന്നാലും ശരി, ഏത് കൊടികെട്ടിയ ഭരണാധികാരിയായിരുന്നാലും ശരി, നിലയ്ക്ക് നിർത്താനും അതല്ലെങ്കിൽ കൽത്തുറങ്കിലടയ്ക്കാനും അതല്ലെങ്കിൽ ഒരു എൻകൗണ്ടറിലൂടെ, ഒരു ആക്സിഡന്റിലൂടെ, ഒരു ആത്മഹത്യയിലൂടെ ഈ ഭീകരനെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഒരു എഫേർട്ട് ചെറുതല്ല. ഈ നാടിനു വേണ്ടിയാ. കുട്ടികളെ പീഡിപ്പിക്കുന്നവരുടെ സുന ഛേദിക്കുന്നതിനേക്കാൾ അവരങ്ങ് ഇല്ലാത്തതാണ് നല്ലത്. കാരണം ആ ചിന്താഗതി വച്ചു പുലർത്തുന്ന ആളുകൾ ഈ നാടിനെ അപകടത്തിൽപ്പെടുത്തുന്നവരാണ് എന്ന് മനസ്സിലാക്കി. അതുപോലെയുള്ള വളരെ കുറഞ്ഞ ഭരണാധികാരികളുണ്ട് കേട്ടോ പല സംസ്ഥാനങ്ങളിലും. ഇപ്പൊ ഉത്തരാഖണ്ഡ് ആയിരുന്നാലും അസം ആയിരുന്നാലും ഒക്കെ നമ്മൾ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുവാണ്. അവരൊക്കെ ഈ ബുൾഡോസർ തന്ത്രം പുറത്തെടുത്ത് ഈ മതതീവ്രവാദികളെ എങ്ങനെ ഒതുക്കാം, ഇവരെ എങ്ങനെ നിയന്ത്രിക്കാം, നമ്മുടെ നാടിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളത് ചെയ്തേ പറ്റൂ എന്ന രൂപത്തിൽ നമ്മുടെ നാട്ടിലെ സാധാരണ മതേതര വിശ്വാസികൾ പോലും പ്രതികരിക്കാത്ത ചില തീവ്രവാദികൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ യോഗിജിയെ പോലെയുള്ള ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യ മുഴുവൻ കലാപ കലുഷിതമായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കലാപം എന്ന് കേട്ടാലേ പല ആൾക്കാരുടെയും മുട്ടിടിക്കും. നമ്മളാണ് അത് കൊടുത്തതെന്നാണ് എന്റെ ഓർമ്മ. യോഗി ആദിത്യനാഥ് അധികാരമേറ്റതോടെ നക്സലൈറ്റുകൾ, തീവ്രവാദികൾ, ഭീകരവാദികൾ, രാജ്യവിരുദ്ധർ, തീവ്രവാദ സംഘടനാ നേതാക്കളൊക്കെ തല പോകുമെന്ന് ഭയന്ന് ആയുധം താഴെ വച്ച് കീഴടങ്ങിയ പാരമ്പര്യമാണ് യോഗി ആദിത്യനാഥിന്റെ ഭരണം നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. ആരും കൊടുത്ത് ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് 1947 മുതലുള്ള കലാപങ്ങളുടെ ലിസ്റ്റ് ഇങ്ങോട്ടേക്ക് എടുക്കാനായിട്ട് അമിത്ഷാ പറഞ്ഞിട്ടുള്ളതും അതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ അമിത്ഷാ പുറപ്പെടുവിച്ചത്. ഇനി കലാപം ഉണ്ടാകാതിരിക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച വാർത്തയിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. അതിനുശേഷമാണ് ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന സെറ്റപ്പ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ യൂണിവേഴ്സിറ്റികളിൽ, അതായത് ഇവിടെ ഈ ജൻസിയെ തെരുവിലിറക്കാനുള്ള വലിയ പ്രക്ഷോഭം നടക്കുന്നത് യൂണിവേഴ്സിറ്റികളാണ്. യൂണിവേഴ്സിറ്റികളിൽ ഇവർ ഈ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിപ്പിക്കുന്ന ഒരു രീതി കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പൊ ഈ മുദ്രാവാക്യം, ആ യൂണിവേഴ്സിറ്റിയുടെ പേര് ഞാൻ മറന്നുപോയി, എന്തോ മൗലാന അങ്ങനെ എന്തോ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ മുദ്രാവാക്യം വിളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ദൃശ്യങ്ങളുണ്ട്. അതിന്റെ ഇവർ ഐ ലവ് മുഹമ്മദ് എന്നുള്ള മുദ്രാവാക്യം ഒച്ചത്തിൽ വിളിക്കുകയാണ്, എല്ലാവരും ചേർന്ന് വിളിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഒരൊറ്റ ഒരാള് ജയ് ശ്രീറാം എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ചു. ഉടനെ തന്നെ ഇവര് ഈ മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഒഫൻഡഡ് ആയി. ജയ് ശ്രീറാം, ആരാണ് അത് വിളിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവരുടെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ, ഇവരാണ് ജനാധിപത്യ സംരക്ഷകർ, ജനാധിപത്യവാദികൾ എന്ന് പറയുന്നത്. ഇവരുടെ ലൈൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ കാര്യങ്ങളോട് നമ്മൾ ചേർന്ന് നിൽക്കണം, അതാണ് അവരുടെ ജനാധിപത്യം. മറിച്ച് നമ്മുടെ കാര്യങ്ങളോടൊന്നും അവർ ചേർന്ന് നിൽക്കില്ല. നമ്മുടെ കാര്യങ്ങളോട് നമ്മൾ ചേർന്ന് നിന്നാൽ അവർക്ക് നമ്മൾ വർഗീയവാദിയാണ്. അത് വേറൊരു സെറ്റപ്പാണ്. ഇപ്പൊ കാന്താര മൂവിയുടെ റിവ്യൂ പറഞ്ഞ പോലെ മീഡിയ എഴുതിയിട്ടുണ്ട്. കാന്താര മൂവിയുടെ റിവ്യൂ ഇതിൽ സംഘപരിവാറിന്റെ ഒരു സഹവർത്തിത്വം പ്രത്യക്ഷ രൂപത്തിൽ കാണാൻ കഴിയില്ലെങ്കിലും ഇത് ആത്യന്തികമായി വളരുന്നത് സംഘപരിവാരം തന്നെയാണ് എന്നുള്ള രീതിയിൽ. അതായത് ഇങ്ങനെയൊന്നും പറവെടുക്കാൻ പാടില്ല, പിന്നെ ഞങ്ങളിവിടെ പണിയെടുക്കുന്നതെല്ലാം വെറുതെ ആവും എന്നുള്ള രീതിയിലാണ് ഈ കാന്താര മൂവിയുടെ റിവ്യൂ അവർ പറയുന്നത്. അതായത് അവര് നമ്മുടെ ഐതിഹ്യങ്ങളെ കുറിച്ച് നമ്മളെ കൊണ്ട് സിനിമ എടുക്കാനും സമ്മതിക്കില്ല, എന്നാൽ ഇവരുടെ ഐതിഹ്യങ്ങളെ കുറിച്ച് ആരെങ്കിലും സിനിമ എടുത്തു കഴിഞ്ഞാൽ കൈ കാലും വെട്ടി വിളയെ കളിക്കുകയും ചെയ്യുക. സിനിമ പ്രശ്നമാണ്, പാട്ട് പ്രശ്നമാണ്, എഴുത്ത് പ്രശ്നമാണ്, പുസ്തകം പ്രശ്നമാണ്, പ്രസംഗം പ്രശ്നമാണ്, വിമർശനം പ്രശ്നമാണ്, സർവോപരി പ്രശ്നം ഇവരാണെങ്കിലോ എല്ലാവരുടെ വിശ്വാസങ്ങളുടെയും നെഞ്ചത്ത് കയറി പൊങ്കാലയിടും.
നടക്കുന്ന സംഗതിയാണ്. സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതി എന്തായാലും കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷെ ഉത്തർപ്രദേശിലായിരുന്നു ഇത് വ്യാപകമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അത് നടക്കില്ല എന്നുള്ളതാണ്. കാരണം യോഗി ആദിത്യനാഥ് 2 ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ ലാൻഗ്രായും ഓപ്പറേഷൻ ഖല്ലാസ്. ഈ 2 ഓപ്പറേഷൻ എന്താണ്? യഥാർത്ഥത്തിൽ ഇനി കലാപം നടത്തുന്നവരുടെ നെഞ്ചിൽ ഒരു ഇടിമുഴക്കം കേൾക്കും ഈ ഇതെന്ന് പറയുമ്പോൾ. ഞാൻ മനസ്സിലാക്കുന്നത് ഓപ്പറേഷൻ ലാൻഗ്രായും ഓപ്പറേഷൻ ഖല്ലാസും കുറച്ച് കട്ടുകട്ടിയായിട്ടുള്ള 2 ഓപ്പറേഷനുകളാണ് എന്നുള്ളതാണ്. അത് പണ്ടൊക്കെ എൻകൗണ്ടർ ആയിരുന്നു അറിയാം. ഇപ്പൊ എൻകൗണ്ടർ അല്ലേ, ഇപ്പൊ അതിലും മാരകമാണ്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറയില്ലേ, വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടത്തിൽ അവന്റെ ജീവൻ പോകും. അപ്പൊ അങ്ങനെ ജീവൻ പോകാൻ പാടില്ല. അവൻ നരകിച്ച് കിടക്കണം. അവൻ എന്നിട്ട് ഇവനെ കാണുമ്പോൾ നമ്മുടെ രാജ്യത്തിനെതിരെ ഇറങ്ങാൻ പോകുന്ന എല്ലാവർക്കും ഓർമ്മ ഇതായിരിക്കും എന്റെ അവസ്ഥ. ആ രീതിയിലാണ് യോഗിയുടെ പോക്ക് എന്ന് പറയുന്നത്. എന്താണ് ഈ 2 ഓപ്പറേഷൻ? എന്താണ് സംഭവം ഉത്തർപ്രദേശിൽ നടക്കുന്നത്? ഇനി ഈ രാജ്യത്തിനെതിരെ നിങ്ങൾ ആയുധം മുനപ്പിച്ചാൽ, ആയുധത്തിന് നിങ്ങൾ മൂർച്ച കൂട്ടുകയും തീവ്രതയേറ്റുകയും ചെയ്താൽ, മോനെ നാരങ്ങ നിരോധിച്ചോ, നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ ഈ രാജ്യത്തെ തകർക്കാനും ഈ നാടിന്റെ സമാധാനത്തെ കാർന്നു തിന്നുന്ന രൂപത്തിലുള്ള കലാപങ്ങൾക്കും ഇറങ്ങി പുറപ്പെട്ടാൽ, പുറപ്പെടും മുമ്പ് വീട്ടിലൊന്ന് പറഞ്ഞേക്കണം, തിരിച്ചു വരത്തില്ലെന്ന്. ഇനി തിരിച്ചു വന്നാൽ തന്നെയും ഈ രൂപത്തിൽ തന്നെയാണോ എന്നറിയില്ല. നമ്മുടെ ജഗതി ശ്രീകുമാർ പറയുന്നത് പോലെ, ഞാൻ ഏതു കോലത്തിൽ തിരിച്ചു വന്നാലും എന്നെ എടുത്തടത്ത് തിരിച്ചു കൊണ്ടുവച്ചേക്കണമെന്ന് പറയേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു. കാരണം യോഗിക്ക് അറിയാം, രാഷ്ട്രമറിയുന്ന, രാഷ്ട്രീയമറിയുന്ന, രാഷ്ട്രീയക്കാരെ അറിയുന്ന ഒരു നേതാവാണ് യോഗി ആദിത്യനാഥ്. അതുകൊണ്ട് ഈ ഭീകരരെ എങ്ങനെയാണ് നിലയ്ക്ക് നിർത്തേണ്ടത്, ഇവരെ എങ്ങനെ ഒതുക്കണം, കൊല്ലേണ്ടവരെ കൊല്ലാനും ഇടിച്ച് തളർത്തിയിടേണ്ടവരെ തളർത്തിയിടാനും ആ രൂപത്തിൽ എങ്ങനെയാണോ ഇവർ മര്യാദ പഠിക്കുന്നത്, ആ രൂപത്തിൽ ഇവരെ മര്യാദ പഠിപ്പിക്കാനും യോഗി ആദിത്യനാഥിന് സാധിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഭരിക്കുന്നത് ഈ നാടിനു വേണ്ടിയാണ്, ഈ നാടിന്റെ നന്മയ്ക്കു വേണ്ടിയാണ്. അല്ലാതെ അധികാര കസേരയിൽ അമർന്നിരുന്നിട്ട് കോടികൾ ഉണ്ടാക്കി, അദ്ദേഹത്തിന് ഭാര്യയില്ല, മക്കളില്ല, അവർക്കൊക്കെ സന്തോഷത്തോടെ ആർഭാടപൂർവം ആരാന്റെ പണം കൊണ്ട് ജീവിക്കാനുള്ള നൈതികതയില്ലാത്ത ജീവിതമോ ഭരണമോ അല്ല യോഗി ആദിത്യനാഥ് കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിന്റെ സിസ്റ്റർ ഇപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കി വിറ്റ് ജീവിക്കുന്ന ആളാണ്. APJ അബ്ദുൽ കലാമിന് അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു എന്ന് പറയാൻ യാതൊരു അപമാനവും ഉണ്ടായിരുന്നില്ല. ഏതു തൊഴിലിനും അതിൻ്റെതായിട്ടൊരു അഭിമാനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് യോഗിയെ പോലെ, അബ്ദുൽ കലാമിനെ പോലെയുള്ള ആളുകൾ. അതുകൊണ്ട് അവർക്ക് ഈ നാട് കൊള്ളയടിക്കണ്ട. നാടിനു വേണ്ടി തന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാര കസേരയിൽ തങ്ങൾക്കു വേണ്ടി, തങ്ങളുടെ നാടിനു വേണ്ടി, ബഹുസ്വരതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, താങ്കളിൽ നിന്നും ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു എന്ന രൂപത്തിൽ അധികാരത്തിലേറ്റിയ ആളുകളോട് കൂറും പ്രതിബദ്ധതയും അതിനേക്കാളേറെ താൻ കൊടുത്ത വാക്കുകൾ പാലിക്കാനും പ്രതിജ്ഞാബദ്ധനായി ഇറങ്ങിത്തിരിച്ച യുവ നേതാവാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹം ഈ ഭീകരന്മാരെ ഒതുക്കാൻ, ഈ രാജ്യവിരുദ്ധരെ ഒതുക്കാൻ പ്രധാനപ്പെട്ട 2 ഓപ്പറേഷനുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. യോഗി ആദിത്യനാഥിന് ഏറ്റവും കൂടുതൽ ജനപിന്തുണ കിട്ടുന്ന അദ്ദേഹത്തിന്റെ ക്രമസമാധാന പരിപാടി. ഞാൻ 2000 അവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, 2001 കാലഘട്ടം. അപ്പൊ ആ UP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകല് പോലും ഗുണ്ട ആക്രമണം നടക്കുകയാണ്. അവിടെ ഈ രാഷ്ട്രീയ പാർട്ടികളാണ് ഗുണ്ടകൾ. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ഗുണ്ടകളെ പോലെ താരതമ്യം ചെയ്യാൻ നമുക്കവിടെ കഴിയില്ല. ഈ ഗുണ്ടകൾക്ക് ഓരോ പ്രദേശങ്ങൾ വിധിച്ചു കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഹസ്തപിരിവും മറ്റുള്ള കാര്യങ്ങളും ടാക്സ് ഒക്കെ പിരിക്കുന്നതും എല്ലാം അവർ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. കോടതിയും അവരാണ്, പോലീസ് സ്റ്റേഷനും അവരാണ്, എല്ലാം അവരാണ്. ഒരു ഗുണ്ടരാജ്. അപ്പൊ ഒരു സ്ഥലത്ത് ഏരിയ തിരിച്ചാൻ കൊടുക്കുക, ബലാത്സംഗം, കൊള്ളിവെപ്പ്, കൊലപാതകം, ഇതൊക്കെ അവിടെ ഒരു വലിയ വാർത്തയൊന്നുമല്ല. നമ്മൾ ലൈമന്മാരുണ്ട്. കാരണം ഇവരെ ഇപ്പൊ പാർട്ടിക്കാരാണെന്ന് വിളിച്ച് പറയും നമുക്കെതിരെ സംസാരിക്കുന്നത്, അവരെ തീർക്കണം എന്ന് പറയുമ്പോൾ ഈ ടീം ആ പോകുന്നത് വെക്കാം. ഇതൊക്കെ നടന്ന രാഷ്ട്രീയമൊന്നുമില്ല, അവിടെ തണൽ വളരുന്നവരാണ്, ഒരുപാടുണ്ട്. അപ്പൊ ആളിങ്ങനെ കൂടി നിൽക്കും. എന്താ സംഭവം നോക്കുമ്പോൾ ഒരു കൊന്നിട്ടിരിക്കുന്നു, ആരാണെന്ന് നോക്കുമ്പോൾ ആരും വേണ്ടില്ല ഭയന്ന്, കാരണം അവന്റെ ഏരിയ ആണത്. അപ്പൊ യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് തോന്നി ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ക്രമസമാധാനം തകർച്ചയാണ്. കാരണം ക്രമസമാധാനം തകർന്ന ഒരു രാജ്യത്തിലേക്കും സംസ്ഥാനത്തിലേക്കും നിക്ഷേപങ്ങൾ വരില്ല, വികസനം നടക്കില്ല, അപ്പൊ ഒരാളും വരില്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന യോഗി പണി തുടങ്ങുന്നത്. അവിടെ ആദ്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം യോഗിയെ സംബന്ധിച്ച് പുള്ളിക്ക് അവിടെ പ്രത്യേകിച്ച് ഗുണ്ടകളെ വളർത്തേണ്ട ആവശ്യം അവർക്കില്ല, ഗുണ്ട സെറ്റപ്പിനും അവർക്ക് അതിന്റെ ആവശ്യം അദ്ദേഹത്തിന് ഇല്ല.
കാരണം അദ്ദേഹം ഒരു സന്യാസി വര്യൻ കൂടിയാണ്. അവിടെ നല്ലൊരു ഭരണം കാഴ്ചവെക്കണമെന്ന് മാത്രമേ അദ്ദേഹത്തിന് ആഗ്രഹം. അങ്ങനെ അദ്ദേഹം കയറിയതിനു ശേഷം അദ്ദേഹം ഒരു മുന്നറിയിപ്പ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഗുണ്ടകളോട് പറഞ്ഞു, നിങ്ങൾ കീഴടങ്ങണം, ഇല്ല എങ്കിൽ എനിക്ക് പൊക്കിക്കൊണ്ട് പോണ്ടി വരും എന്ന് പറഞ്ഞു. പോലീസുകാരോട് എല്ലാ പോലീസ് സ്റ്റേഷനും വിളിച്ച് പറഞ്ഞു, ഇവിടെ ഈ പ്രശസ്ത ഗുണ്ടകളുടെ ജാമ്യത്തിലൊക്കെ പോയിട്ട് മുങ്ങി നിൽക്കുന്നവരോടും അല്ലാത്തവരോടും പോലീസ് സ്റ്റേഷനിൽ വന്ന് പേര് രജിസ്റ്റർ ചെയ്ത് നമ്പരും വാങ്ങി പൊക്കളാൻ പറയും, നിങ്ങളുടെ നമ്പർ എത്തുമ്പോൾ ഞാൻ വിളിച്ചോളാം എന്ന് പറയാൻ പറഞ്ഞു. ഇത് ആദ്യമൊക്കെ പറഞ്ഞിട്ട് ആരും കേട്ടില്ല. അങ്ങനെ 2020 ആയപ്പോഴേക്കും ഈ യോഗി പോലീസിനകത്ത് തന്നെ ഒരു ആന്റി ടെററിസ്റ്റ് വിങ്ങിനെയും ആന്റി ഗുണ്ട വിങ്ങിന്റെ ഒരു ഇതിനെയും അതായത് വളരെ കൃത്യതയോടെ വെടിവെക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം അതിൽ പങ്കെടുപ്പിച്ചിട്ട് അങ്ങനെ 2 വിഭാഗങ്ങളൊക്കെ തിരിച്ചു. 2020 ഇവിടെ ഒരു വലിയ നരേറ്റീവ് നടക്കുന്നുണ്ട് യോഗിയെ കുറിച്ച്. യോഗി ഈ എൻകൗണ്ടർ നടത്തുന്ന മുഴുവൻ മുസ്ലിം സമുദായത്തിനെതിരാണെന്നുള്ളതാണ്. അത് തികച്ചും തെറ്റാണ്. അത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അത് ഈ പച്ചക്കള്ളം പറയുന്ന ഒരു അതിര് വേണ്ടേ? ഇപ്പൊ അത് പറയുന്നില്ല ഇപ്പൊ അത്. കാരണം ഞാനത് പറഞ്ഞുതരാം, ഞാൻ വിശദമാക്കി തരണം. എന്നിട്ട് നമുക്ക് ഓപ്പറേഷൻ ഈ ഓപ്പറേഷൻ വളരെ രസകരമായ ഒരു ഓപ്പറേഷനാണ്. കിട്ടില്ല ഓപ്പറേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ലോകത്ത് തന്നെ ആദ്യത്തെ 2 ഓപ്പറേഷൻ ഇപ്പൊ യോഗി നടത്തിക്കൊടുക്കുക. അതിനെ കുറിച്ച് പറയാം. അതിന് മുമ്പ് ഞാൻ അവിടുത്തെ ഒരു ബ്രീഫ് ആയിട്ട് കാര്യങ്ങൾ പറയാം. ഈ അങ്ങനെ 2020 അവിടെ വികാസ് ദുബെ എന്ന് പറയുന്ന ഒരു ഗുണ്ട നേതാവ്, വലിയ ഗുണ്ട നേതാവാണ്. 8 പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയിട്ടുള്ള നേതാവാണ് ഈ വികാസ് ദുബെ. ഈ വികാസ് ദുബെ യോഗിയുടെ പോലീസ് എൻകൗണ്ടറിൽ കൊല്ലുന്നു. എൻകൗണ്ടറിൽ കൊല്ലുന്നു കഴിയുമ്പോഴത്തേനും, അതായത് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഇദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പൊ പോലീസ് വെടിവെച്ച് കൊന്നു എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. ഇതോടുകൂടി അവിടെ ബ്രാഹ്മണ സമുദായം യോഗിക്കെതിരായി തിരിയുന്നു. ബ്രാഹ്മണ സമുദായത്തിന്റെ, കാരണം ബ്രാഹ്മണ സമുദായം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തോട് താരതമ്യം ചെയ്യരുത്, 10% ആ നാട്ടിൽ ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുന്നത് ഏതു മതത്തിൽപ്പെട്ടവനായിരുന്നാലും ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവനായിരുന്നാലും, അവൻ പണക്കാരനാണെങ്കിലും ബിസിനസ്സുകാരനാണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും പ്രശസ്തനാണെങ്കിലും ശരി, യോഗിയുടെ കണ്ണിൽ ഒരൊറ്റ പേരെ അവനുള്ളൂ: ക്രിമിനൽ. യാദവരും 10% ബ്രാഹ്മണരും 10%. അവരെ കൂട്ടാതെ ഭരിക്കാൻ കഴിയില്ല, അത്ര സ്ട്രോങ് ആണ് അവിടെ. അവർ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. കാരണം ഈ വികാസ് ദുബെ എന്ന് പറയുന്ന ആൾ ഒരു ബ്രാഹ്മണ ആളായിരുന്നു, ബ്രാഹ്മണനാണ്. പിന്നെ ഇവിടെ ഈ സമുദായത്തിന് വേണ്ടി പലതും ചെയ്തു കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് വലിയ പ്രശ്നം പ്രതിഷേധം വന്നു. BJP-ക്കുള്ളിൽ തന്നെ ചില പറഞ്ഞു യോഗിയെ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. യോഗി അപ്പൊ ചോദിച്ചൊരു ചോദ്യം, അതിനാണ് യോഗിക്ക് മാർക്ക് കൊടുക്കുന്നത്. യോഗി ചോദിച്ചു, ശരി ബ്രാഹ്മണനാണ്, ഞാൻ ചെയ്തത് തെറ്റാണ് എങ്കിൽ അയാൾ ആരെയാണ് കൊലപ്പെടുത്തിയത്, അയാളുടെ പേരൊന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ അയാൾ കൊന്ന പോലീസ് ഓഫീസർ ഒരു ബ്രാഹ്മണനായിരുന്നു. അപ്പൊ ചോദിച്ചു, ഈ ബ്രാഹ്മണന്റെ ചോരയ്ക്ക് ആരാണ് ഉത്തരവാദി? ശരി, ഞാൻ ദുബൈ കൊന്നാണല്ലോ, നിങ്ങൾ പറയാൻ തെറ്റ്. ഇപ്പൊ ഇയാള് കൊന്ന ബ്രാഹ്മണന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചു, ഒന്നും മിണ്ടാൻ പറ്റില്ല. അതിനുശേഷം ഇങ്ങോട്ട് കൊലപ്പെടുത്തിയ ലിസ്റ്റ് ചെയ്യാൻ പറയാം. മെയിൻ ഗുണ്ടകളുടെ കാര്യമാണ് ഈ പറയുന്നത്. ലോക്കൽ ഗുണ്ടകൾ വേറെ ഏതാണ്ട് 239 കൊലപ്പെടുത്തിയിട്ടുണ്ട് എൻകൗണ്ടറിൽ. അത് പ്രധാനപ്പെട്ട ഇത് നോക്കൂ, ഞാൻ എത്ര മുസ്ലിം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. വികാസ് ദുബെ ബ്രാഹ്മണനാണ്, നമ്പർ 1 ഗുണ്ടയാണ്. ഒരു ആസാദ് അഹമ്മദ് ഗുണ്ടയാണ്, കൊലപ്പെടുത്തിയിട്ടുണ്ട് 2023. പ്രകാശ് ശുക്ല, മോട്ടി സിംഗ്, വിനോദ് കുമാർ സിംഗ്, ഒരു ഹംസ 2021 കൊലപ്പെടുത്തി. ഇനി ഈ വികാസ് ദുബെ പോലെ എല്ലാവരും ഞെട്ടിയ ഒരു കൊലപാതകമായിരുന്നു ആദിഖ് അഹമ്മദ്. ഈ ആദിഖ് അഹമ്മദിന്റെ കാര്യം പ്രേക്ഷകർ മറക്കാനിടയില്ല. കാരണം മുംബൈയിൽ നിന്ന് ഇദ്ദേഹത്തെ ജയിലിൽ നിന്ന് ഇറക്കി ഈ UP-യിലേക്ക് ഇദ്ദേഹത്തെ കൂടുതൽ കാര്യങ്ങൾ 100 കേസുണ്ട് ഈ ആദിഖ് മുഹമ്മദിന്. വലിയ മാഫിയ തലവനാണ്. അപ്പൊ എനിക്കറിയാം നമ്മുടെ കേരളത്തിലെ ചാനലുകാരൊക്കെ ലൈവായിട്ട് പുറകിൽ കാറിനകത്ത് ക്യാമറയും വെച്ചിട്ട് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. സഹകരണത്തിന് വേണ്ടി പോവുക, അതുപോലെ തന്നെ ഗുണ്ടകളെ ഇറക്കിക്കൊണ്ടിരുമ്പോൾ അവരുടെ പിന്നാലെ പോകും, ഗുണ്ട എവിടെ വരെ എത്തുന്നത്. അപ്പൊ ഇങ്ങനെ ആ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇവർ പോകുന്നു. അതായത് രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ കാണിച്ചുകൊണ്ടിരിക്കും. അതല്ല, ആ ഭീകരന് ഒരു മാസ് എൻട്രി കൊടുക്കുക. നമ്മുടെ ബസ്സിനകത്തിരുന്ന് ഡിങ്കോഡാൽഫി കളിച്ച ഒരു സ്വയംഭോഗി ഉണ്ടല്ലോ, സവാദ്. ഈ സവാദ് ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ബസ്സിനകത്തിരുന്ന് സ്വയംഭോഗം ചെയ്തു. തിരിച്ചു വന്നപ്പോൾ അവനെ പൂമാലയിട്ട് സ്വീകരിക്കാൻ പുരുഷ കേസരികളുടെ ഒരു സംഘം മത്സരിച്ചതും ആ വാർത്തയ്ക്ക് വേണ്ടുന്ന രൂപത്തിൽ ഹൈപ്പ് കൊടുക്കാൻ നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങൾ തിരക്ക് കൂട്ടിയത് നമുക്കറിയുന്നതല്ലേ. വൈകുന്നേരം UP-യിലെത്തും. ഇതായി ഒരു പാലം കിടന്നിരിക്കുന്നു, തട്ടുകട ഇറങ്ങുന്നു, ചായ കുടിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി. അങ്ങനെ ആദിഖ് മുഹമ്മദിനെ അവിടെ കൊണ്ടുവന്നു. അതിനുശേഷം ആദിഖ് മുഹമ്മദിനെ വൈദ്യപരിശോധന നടത്തുന്ന കൊണ്ടുപോകും. ആ വൈദ്യപരിശോധന നടത്താൻ കൊണ്ടുപോകുമ്പോൾ അവിടേക്ക് ക്യാമറ ഒക്കെ തൂക്കി 3 ചെറുപ്പക്കാരെത്തുന്നു, ചാനലുകാർ, ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞെത്തുന്നു. അവര് ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന ആദിഖ് മുഹമ്മദിനെ തുരുതുരാ വെടിവെക്കുന്നു. ആദിഖ് മുഹമ്മദും അദ്ദേഹത്തിന്റെ സഹോദരനും ഒരു അംഗരക്ഷകരും ഉൾപ്പെടെ 3 പേർ അവിടെ കൊല്ലപ്പെടുന്നു. അപ്പോഴേക്കും ഇവിടെ അടുത്ത കഥ ഇറക്കാൻ തുടങ്ങി. യോഗിയുടെ പോലീസ് ഗുണ്ടകളെ വെച്ചിട്ട് കൊലപ്പെടുത്തുന്നു. എന്നാൽ പിന്നെ അവർക്ക് കൊന്നൂടെ? അപ്പൊ കേരളത്തിലെ ചാനലുകൾ ഉൾപ്പെടെ ഇതിന്റെ പുറകെ ലൈവായിട്ട് പോയെന്ന് വെച്ചാൽ ഈ ആദിഖ് അഹമ്മദിന് ഒന്നും സംഭവിക്കരുത്, ലൈവായിട്ട് പോകില്ല. അപ്പൊ പിന്നെ പോലീസിന് കൊല്ലാൻ പറ്റത്തില്ലല്ലോ. കേരളത്തിലെ മാധ്യമങ്ങൾ അന്ന് നിന്നത് ആ തീവ്രവാദിയായിട്ടുള്ള ആതിഖ് അഹമ്മദിനോടൊപ്പമായിരുന്നു. 9ഓളം പോലീസുകാരെ കൊന്ന്, ഒരുപാട് സാധാരണക്കാരെ കൊന്ന്, ഭീഷണിപ്പെടുത്തി, അവിടെ ഗുണ്ടാ പിരിവ് നടത്തി, കഴുത്തിൽ കത്തിവെച്ച് അനേകം ആളുകളുടെ വസ്തുവകകൾ
നിർബന്ധിപ്പിച്ച് ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിയ ആത്തിഖ് അഹമ്മദ് അവന്റെ രാഷ്ട്രീയ പദവി കൊണ്ടാണ് അതുവരെ നിലനിന്നത്. പക്ഷേ അവനെ യോഗി തീർത്തപ്പോൾ, യോഗിയുടെ പോലീസ് അവനുമായിട്ടുള്ള മൽപിടുത്തത്തിൽ അവനെ തീർത്തപ്പോൾ ഇവിടെ കേരളം കരഞ്ഞു. കേരളത്തിൽ അന്ന് കണ്ണീര് കൊണ്ടൊരു മഴ പെയ്തു. അള്ളാഹു ശുക്ലമഴയൊക്കെ പെയ്യിപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. കാരണം കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾക്ക് ശുക്ലമഴയാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ട് പഠിച്ചുകൊണ്ട് ഇറക്കാറ്. ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ മലക്കുകൾ ഇരുന്ന് ഉസ്താദിന്റെ ലിംഗം കുലുക്കി കൊടുക്കും. അങ്ങനെ ശുക്ലമഴ പൊട്ടിപ്പിടിക്കുന്ന ഒരു ശുക്ലമഴ എന്നൊക്കെ ഉസ്താദ് പറഞ്ഞ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുന്നുണ്ട്. കേട്ടിട്ടില്ലേ നിങ്ങൾ? അതുകൊണ്ട് ഞാനത് വീണ്ടും എടുത്തതിൽ എൻ്റെ ഉണ്ട് ആ വീഡിയോ, വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോ അങ്ങനെ അമ്ലമഴയും മറ്റു മഞ്ഞമഴയും പിന്നെ കല്ലുമഴയും ആലിപ്പഴം വീഴുന്ന നമ്മുടെ ചെറിയ പ്രായത്തിലുണ്ടായിരുന്ന മഴയും ഒന്നുമല്ല അന്ന് പെയ്തത്. കേരളത്തിന്റെ കണ്ണീർ മഴയാണ്. ആത്തിഖ് അഹമ്മദ് ഇവന്റെ ഒക്കെ മാമാട മോനാണല്ലോ. ഇപ്പൊ ലൈവായിട്ട് പോകുന്നത് കൊലപ്പെടുത്താതിരിക്കാൻ വേണ്ടി സുരക്ഷയായിട്ടാണ് ഇവിടുത്തെ ക്യാമറമാർ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനലിലൂടെ കാണിച്ചോണ്ടിരിക്കുക. അവിടെ ചെന്നു എല്ലാവരും നോക്കി. ആത്തിഖ് അഹമ്മദിന് അയാളുടെ ശരീരത്തിൽ ഒരു പോറല് പോലും ഏൽക്കരുത് എന്ന് കേരളത്തിലെ മലയാള മാധ്യമങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നത് കൊണ്ട് ആ പ്രസ് മീറ്റ് ലൈവോടെ ആളുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരുന്നു. എപ്പോഴാണ് യോഗിയുടെ ഗുണ്ടകൾ ഉണ്ടയുമായിട്ട് വരുന്നതെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ 3 പേര് കൊന്നു. ഈ കൊന്നവര് എന്തിനാണ് കൊലപ്പെടുത്തിയെന്ന് കോടതി വെച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പേരും പ്രശസ്തിയും കിട്ടാനാണ് കൊന്നതെന്ന് പറഞ്ഞു. അല്ലാതെ അവർക്ക് ഇതുമായിട്ട് ഒന്നുമില്ല. ഞങ്ങൾക്കൊന്നും പേരെടുക്കുന്നു. കാരണം ഇത്രയും വലിയൊരു ഗുണ്ടയെ കൊല്ലുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരു സ്ഥലത്ത് ഒരു ഗുണ്ട മരിക്കുമ്പോൾ ആ ഗുണ്ടയെ കൊന്നവൻ ഒരു മറ്റൊരു സേതുമാധവനായി മാറുകയാണ്. അതിനു മുമ്പ് യോഗി ആദിത്യനാഥ് കൃത്യമായിട്ട് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആദിഖ് മുഹമ്മദിന്റെ സാമ്രാജ്യത്തെ ഞാൻ മണ്ണിനടിയിലാക്കും, മിട്ടി മേ മിൽ ജായേഗ എന്ന് അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മാധ്യമങ്ങൾ, അതായത് നമ്മുടെ KGF ഒക്കെ കണ്ടില്ലേ, ഏറ്റവും വലിയവനായിട്ടുള്ള ആ നാട് ഭരിക്കുന്ന ഗുണ്ടയെ തീർത്തു കഴിഞ്ഞാൽ നമുക്കൊരു പേരാകും, പ്രശസ്തിയാകും. അതിനു വേണ്ടിയല്ല. ഈ ആത്തിഖ് അഹമ്മദ് എന്ന് പറയുന്ന ഭീകരനെ ഇല്ലാതാക്കേണ്ടത് UP-യുടെ ക്രമസമാധാന പരിപാലനത്തിന്റെ ബാധ്യതയായിരുന്നു. അതാണ് അവിടെ ചെയ്തത്. യോഗി അയ്യോ ആത്തിഖ് അഹമ്മദിനെ കൊന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കോട്ടെ. ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നങ്ങളിൽ നിന്നും എവിടെയും ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മൾ ഏത് പ്രശ്നങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടാലും ശരി, ഒടുവിൽ അവിടെ വന്ന് നിൽക്കേണ്ടി വരും ആ പ്രശ്നം പരിഹരിക്കാൻ. അതുകൊണ്ട് രക്ഷയൊന്നുമില്ല, ആ പ്രശ്നം പരിഹരിച്ചേ തീരൂ. അതുകൊണ്ട് യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ വീടുകൾ തകർക്കുന്നു, പള്ളികൾ, മസ്ജിദുകൾ, മദ്രസകൾ ഇതൊക്കെ ബുൾഡോസർ ഇടിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്നു. സുപ്രീം കോടതി വിധി. പാടില്ല, ബുൾഡോസർ രാജനെ തടയുന്നു. ശരി, തടയുന്നതിന്റെ പിറ്റേ ദിവസം വീണ്ടും റൂൾസ് പ്രാബല്യത്തിൽ വന്നല്ലോ. അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ പൊതു സ്വത്തുക്കളില്, സർക്കാരിന്റെ പൊതു സ്വത്തുക്കൾ, ഓരോ വ്യക്തികളുടെയും സ്വകാര്യ സ്വത്തുക്കളിലൊക്കെ യാതൊരു വിധമായിട്ടുള്ള അംഗീകാര യോഗ്യതയും ഇല്ലാതെ കെട്ടിടങ്ങൾ പണിതു പൊക്കിയാൽ പിന്നെ നമ്മൾ എന്തോ ചെയ്യണം? എന്നാ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സുപ്രീം കോടതിയുടെ പോലും വായടപ്പിച്ച നിയമം എങ്ങനെയാണ് ഒരു നാട്ടിൽ നടപ്പിലാക്കേണ്ടത് എന്ന് പ്രാവർത്തികമാക്കിയ ഒരു നേതാവ് കൂടിയാണ് ശ്രീ യോഗി ആദിത്യനാഥ്. അത് ചാടി പിടിച്ചു കണ്ടോ, യോഗി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രീതിയിൽ ചാടി പിടിച്ചു. അല്ല, പുള്ളി അത് ചെയ്തു നേരത്തെ. മിട്ടി മേ മിൽ ജായേഗ എന്ന് അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മാധ്യമങ്ങൾ, അതായത് ആത്തിഖ് അഹമ്മദ് സാധാരണക്കാരെ കൊന്നൊടുക്കി കാക്കിയിട്ട പോലീസുകാർ ഇയാളെ എതിർത്തപ്പോൾ 9ഓളം പോലീസുകാരെ കൊന്നൊടുക്കി തനിക്ക് എല്ലാ കാലവും ഈ സമ്പത്തിന്റെ ഒക്കെ അധിപനായി ജീവിക്കാമെന്നുറച്ച് അവൻ കണ്ണിൽ കണ്ട ഭൂമിയൊക്കെ കൈവശപ്പെടുത്തി എടുത്ത് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി അതൊക്കെ സുഖസുന്ദരമായിട്ട് ആസ്വദിച്ച് അനുഭവിച്ച് തനിക്ക് ആ കസേരയിൽ അമർന്നിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിന്റെ സാമ്രാജ്യം ഞാൻ മണ്ണിനടിയിലാക്കുമെന്ന് പ്രഖ്യാപിച്ച് പരസ്യമായി തന്നെ നിയമം നടപ്പിലാക്കിയ ഒരു വ്യക്തിയാണ് യോഗി ആദിത്യനാഥ്. അതിനു മുമ്പ് യോഗി ആദിത്യനാഥ് കൃത്യമായിട്ട് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആദിഖ് മുഹമ്മദിന്റെ സാമ്രാജ്യത്തെ ഞാൻ മണ്ണിനടിയിലാക്കും, മിട്ടി മേ മിൽ ജായേഗ എന്ന് അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മാധ്യമങ്ങൾ അത് ചാടി പിടിച്ചു കണ്ടോ, യോഗി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രീതിയിൽ ചാടി പിടിച്ചു. അല്ല, പുള്ളി അത് ചെയ്തു നേരത്തെ. മിറ്റിലാക്കി. ഇദ്ദേഹത്തിന് വലിയ കോളേജ് ഉണ്ടായിരുന്നു, ഏക്കർ കണക്കിന് സാമ്രാജ്യം ഉണ്ടായിരുന്നു. അതെല്ലാം പിടിച്ചെടുത്ത് ദൂരെ നേരത്തെ തന്നെ
ഇയാളൊന്നും ചെയ്ത് ജയിൽ കിടക്കില്ല മഹാരാഷ്ട്ര, ഇയാളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നേരത്തെ അതൊക്കെ കൂടി തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ പ്രധാന അവിടെ നടന്ന കൊലപാതകം. ഇനി ഇതിനകത്ത് എത്ര മുസ്ലിംസ് ഉണ്ട്? ആകെ 2 3 പേര് മാത്രമാണ്, ബാക്കിയുള്ളതെല്ലാം ഹിന്ദുക്കളാണ് കൊന്നത്. ഹിന്ദുക്കളായിട്ടുള്ള ക്രിമിനൽസിനാണ് അവിടെ കൊന്നത്. ഇനി ഈ ഓപ്പറേഷൻ ലാംഗ്രയും ഓപ്പറേഷൻ കല്ലാസ് എന്താന്ന് പറയാം. ഓപ്പറേഷൻ ലാംഗ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം ഈ 2017 അധികാരത്തിലേറിയത്, 8 വർഷമേ ആയിട്ടുള്ളൂ ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ട്. അപ്പോൾ ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് പുള്ളി അവിടെ ശുദ്ധീകരിച്ചിരിക്കും, ഒന്ന് റിഫ്രഷ് ചെയ്യും, ഈ ഗുണ്ടകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് വരുമ്പോൾ എല്ലാം ഒന്നുകൂടെ ഒന്ന് അടിച്ചറിയാൻ അവ മരുന്ന് കുറച്ചുകൂടെ. എപ്പോഴാണോ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഈ തീവ്രവാദികൾ തല പൊക്കുന്നത്, ഒരു കൊട്ട് കൊടുക്കും. ആ കൊട്ടോടുകൂടി അവന്റെ ഒക്കെ മൂക്കിൽ പഞ്ഞു വെക്കേണ്ടി വരും. അത് യോഗി ആദിത്യനാഥിന്റെ തെറ്റല്ല. കൊട്ടുമ്പോൾ നന്നായി കൊട്ടണം, അത് യോഗിയുടെ ഒരു രീതിയാ. അതോടുകൂടി കുറച്ചു നാൾ അവിടെ സമാധാന അന്തരീക്ഷത്തോടു കൂടി പോകും. കുറച്ച് കഴിയുമല്ലോ ഇനി ഇവര് രംഗത്ത് വരാൻ. ഇതാണ് അവിടുത്തെ ഒരു സ്റ്റൈല്. ഇപ്പൊ വീണ്ടും അത് തുടങ്ങിയിരിക്കുകയാണ്. അത് ഈ ഓപ്പറേഷൻ ലാംഗ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റവാളികളെ മുട്ടിന് താഴെ വെടിവെച്ച് അവരെ ജീവിതകാലം മുഴുവൻ മുടന്തനാക്കി നടത്തുക എന്നുള്ളതാണ് ആ ഓപ്പറേഷന്റെ അതിനുവേണ്ടി നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ലാംഗ്ര. ഓപ്പറേഷൻ ഖല്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വെടിക്ക് തന്നെ കാലുപിരിക്ക് അയക്കുക, അതായത് അവനെ പടമാക്കുക എന്നുള്ളതാണ് ഓപ്പറേഷൻ കല്ലാസ്. അങ്ങനെ 2 ടൈപ്പ് ഓപ്പറേഷനാണ് ഇപ്പോൾ യുപിയിൽ ഇന്നലെ മുതൽ നടന്നത്. ഇതുവരെ 4 പ്രമുഖരായ ഗുണ്ടകൾ കാലുപിരി പോയി കൊല്ലപ്പെട്ടു. 25ഓളം പേർ മുട്ടിന് താഴെ പരിക്ക് പറ്റി മുടന്തരായി പോകുന്നതിന്റെ വീഡിയോ ഇടതടവില്ലാതെ യുപി പോലീസ് അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 2 രീതിയിലുള്ള ഓപ്പറേഷൻ, 2 എൻകൗണ്ടറുകളാണ്. യോഗിയുടെ പോളിസി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, കുറ്റവാളികൾക്ക് മരണമാണ് ശിക്ഷ, അതിൽ കുറഞ്ഞിട്ടുള്ള ശിക്ഷകളൊന്നും കുറ്റവാളികൾ അർഹരല്ല. യുപിയിൽ അനവധി കേസുകളിലെ പ്രതികൾ മുങ്ങി നടക്കുന്നു. ഇവർ തന്നെയാണ് ഇവിടെ പ്രശ്നം. ഈ കലാപങ്ങൾക്ക് എങ്ങനെയാണ് ഈ കലാപം വലിയ സംഘർഷത്തിലേക്ക് വെടിവെപ്പിലേക്ക് പോകുന്നത് വെച്ചാൽ, ആ കലാപങ്ങളുടെ ഒരു ഹോൾസെയിലായിട്ട് എടുക്കുന്ന ഈ ഗുണ്ടകളാണ്. ഈ ജനം ഫ്രണ്ടിൽ നിന്ന് ജയ് വിളിക്കാനും പിന്നെ വണ്ടിക്ക് കല്ലെറിയാനും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ നിന്നിട്ട് ഇതിനകത്ത് തന്നെയുള്ള ഈ കലാപം ആക്കി മാറ്റണമല്ലോ ഈ പ്രതിഷേധങ്ങളെ. അപ്പം ഇങ്ങനെയുള്ള ഗുണ്ടകളുടെ സപ്പോർട്ടിലാണ് ഇത് ചെയ്യുന്നത്. കാരണം അരാജകത്വം ഉണ്ടായിരുന്ന ഗുണ്ടകൾക്ക് വീണ്ടും മടങ്ങി വരാം, അവരുടെ പഴയ സ്വർഗം വീണ്ടെടുക്കാം യുപിയിലെ. അത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യോഗി ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നും കൂടി നമ്മൾ അറിയണം. ഇതിനെ പല കാറ്റഗറിയായി തിരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതായത് മീററ്റാണ് യുപിയിലെ ഏറ്റവും വലിയ ഗുണ്ടകളുടെ സാമ്രാജ്യം. മീററ്റ് മുതൽ മുസഫർ നഗർ വരെ ഒരു ഡിവിഷനാണ്. അവിടെ ഒരു ഓപ്പറേഷൻ. ഫറൂഖാബാദ് മുതൽ ഫിറോസാബാദ് വരെ ഒരു ഓപ്പറേഷൻ. അങ്ങനെ വിവിധ ഡിവിഷനുകളാക്കി തിരിച്ചുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത്. ഇനി ഇതിനകത്ത് കൊല്ലപ്പെട്ടവർ ആരൊക്കെ നോക്കാം. ആദ്യം കൊല്ലപ്പെടുന്നത് മഖൻപൂരിൽ ഒരു നരേഷ് എന്ന് പറയുന്ന ഒരു ഗുണ്ടയാണ്. 30 കേസിലെ പ്രതിയാ, കള്ളന, മോഷണ പ്രതിയാ. പിടികിട്ടാ പുള്ളിയായിട്ട് വിലസടക്കം ജാമ്യത്തിൽ വരും, ഇറങ്ങും, പൊങ്ങും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇപ്പോഴും മോഷണം തടവുകയാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നരേഷ്. രണ്ടാമത് സഹാറൻപൂരിൽ ഇമ്രാൻ 13 കവർച്ച കേസിലെ പ്രതിയാ, കൊല്ലപ്പെട്ടു. മുസറാഫാബാദിൽ മെഹദൂബ് എന്ന് പറയുന്ന ഒരു ഗുണ്ടയും നയിൻ ഖുറേഷി എന്ന് പറയുന്ന ഒരു ഗുണ്ടയും, ഇവർ 2 പേരും പോലീസുമായിട്ട് 30 മിനിറ്റ് നേരം വെടിവെപ്പ് നടത്തി, ഏറ്റുമുട്ടി. അതിനുശേഷമാണ് കൊല്ലപ്പെട്ടത്. ഈ 8 വർഷത്തിനിടെ യോഗി ആദിത്യനാഥ് നടത്തിയത് 14,000 എൻകൗണ്ടറുകളാണ്. 14,000. കൊല്ലപ്പെട്ടത് 239 കൊടും ക്രിമിനലുകൾ. മുട്ടിന് താഴെ വെടിയേറ്റ് മുടന്തി നടക്കുന്ന കുറ്റവാളികൾ 9,467 പേർ. അകത്തായവർ, അതായത് ജയിലിലായവർ 30,694 പേർ. ഇത്രയും പേരെയാണ് ഇത്രയും വർഷത്തിൽ. ഇനി ഇത്രയും പേരെ അകത്തിടുകയും അവരുടെ സാമ്രാജ്യം അടക്കം ചെയ്തപ്പോൾ യുപി സർക്കാരിന് കിട്ടിയത് ചെറുതൊന്നുമല്ല, ഏക്കർ കണക്കിന് ഭൂമിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രമുഖ ഗുണ്ടയായ 100 കേസിലെ പ്രതിയായ ആതിഖ് അഹമ്മദിന്റെ. നമുക്കതൊന്നും കൂടെ കേട്ടാലോ. എത്ര പേരെയാണ് എൻകൗണ്ടറിലൂടെ ഇല്ലാതാക്കിയത്? 14,000 എൻകൗണ്ടറുകളിലൂടെ. എത്ര കണ്ട് ഭീകരന്മാരെയും തീവ്രവാദികളെയും രാജ്യവിരുദ്ധരെയും ക്രിമിനലുകളെയും ബലാത്സംഖികളെയും കൊലയാളികളെയും യോഗി ആദിത്യനാഥ് ഇല്ലാതാക്കി. 30,000-ഓളം ആളുകളെ കൊണ്ട് ജയിൽ നിറച്ചു. ഏത് ഭരണാധികാരിക്ക് പറ്റും? 10,000-ഓളം ആളുകൾ, അതായത് 9,467 ആളുകൾ മുടന്തന്മാരായി. ലങ്കട എന്ന് പറഞ്ഞാൽ മുടന്തൻ, അതാണ് ഓപ്പറേഷൻ ലങ്കട. ഒന്നുകിൽ മുടന്തൻ, അതല്ലെങ്കിൽ ഓപ്പറേഷൻ കല്ലാസ്. തീർത്ത് കളയണം. ഇവനൊന്നും ജീവിക്കാൻ അർഹരല്ല. അതെ, ഒന്നും കൂടി ഒന്ന് കേൾക്കാം, ഇവര് തന്നെ പറയണം. അകത്തായവർ, അതായത് ജയിലിലായവർ 30,694 പേർ. താഴെ വെടിയേറ്റ് മുടന്തി നടക്കുന്ന കുറ്റവാളികൾ 14,000 എൻകൗണ്ടറുകളാണ്. 14,000. കൊല്ലപ്പെട്ടത് 239 കൊടും ക്രിമിനലുകൾ. മുട്ടിന് താഴെ വെടിയേറ്റ് മുടന്തി നടക്കുന്ന കുറ്റവാളികൾ 9,467 പേർ. അകത്തായവർ, അതായത് ജയിലിലായവർ 30,694 പേർ. ഇത്രയും പേരെയാണ് ഇത്രയും വർഷത്തിൽ. ഇനി ഇത്രയും പേരെ അകത്തിടുകയും അവരുടെ സാമ്രാജ്യം അടക്കം ചെയ്തപ്പോൾ യുപി സർക്കാരിന് കിട്ടിയത് ചെറുതൊന്നുമല്ല, ഏക്കർ കണക്കിന് ഭൂമിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രമുഖ ഗുണ്ടയായ 100 കേസിലെ പ്രതിയായ ആതിഖ് അഹമ്മദിന്റെ ടൗണിൽ തന്നെയുള്ള 69 ഏക്കർ സ്ഥലമാണ് പിടിച്ചെടുത്തത്. ഈ പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ യോഗി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾക്ക്, യൂത്തിന്, ചെറുപ്പക്കാർക്ക് കളിക്കാനുള്ള കളിസ്ഥലം, ചില പഞ്ചായത്തിൽ നിന്ന് കളിസ്ഥലം കാണില്ല, അവർക്ക് കളിസ്ഥലമായി വിട്ടു കൊടുക്കും.
അതുപോലെ തന്നെ ഗ്രൗണ്ടിന് വിട്ടുകൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ കോളേജുകൾക്ക് വിട്ടുകൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അതായത് ഒരു പഞ്ചായത്തിന് ഗ്രൗണ്ട് ഇല്ല എങ്കിൽ അവിടുത്തെ ഗുണ്ടയുടെ പിടിച്ചിട്ട്, ഈ ഗുണ്ട അനധികൃതമായിട്ടാണ് ഈ വസ്തുക്കൾ പിടിച്ചെടുക്കുന്നത്. അല്ല, ഗുണ്ട ജോലി ചെയ്ത് പണം സമ്പാദിച്ചിട്ടല്ലോ സർട്ടം മേടിക്കുന്നത് ഗുണ്ടകളാകുമ്പോൾ. അപ്പൊ അവരിങ്ങനെ പിടിച്ചെടുക്കുന്ന സ്ഥലം ഇവനെ തട്ടി കഴിഞ്ഞിട്ട് ഇവരുടെ വസ്തു എടുത്തോളൂ, നിങ്ങൾക്ക് എന്താ പഞ്ചായത്തിന് ഗ്രൗണ്ട് ഇല്ല, ശരി ഇവരുടെ ഇത്ര സ്ഥലമുണ്ട്, ഇവിടെ നിങ്ങൾ കളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണത്. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെയാണ് യോഗി UP-യിൽ അവിടെ ക്രിമിനൽ അടിച്ചൊതുക്കുന്നത്. അതുകൊണ്ടാണ് ഈ UP ശാന്തമാകുന്നതും ഒരു ഇല പോലും അവിടെ അനങ്ങാത്തതും. പുറത്തുനിന്ന് അനവധി ഇത്രയും സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ട് മറ്റേതെങ്കിലും ഒരു ഭരണാധികാരി, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആ നാട്ടിൽ സമാധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇത്രയും വലിയ ഒരു എഫേർട്ട് എടുക്കുന്നതായിട്ട് നമുക്കറിയാം. അതുകൊണ്ടാണ് പ്രധാനികളുടെ പട്ടികയിൽ ഈ രാജ്യത്ത് യോഗി ആദിത്യനാഥ് എണ്ണപ്പെടുന്നത്. അതുപോലെ ഒരു മുഖ്യമന്ത്രി ഈ കേരളക്കരയ്ക്കുമുണ്ട് കേട്ടോ. എന്ത് ചെയ്തു എന്നതൊരു ചോദ്യമാണ് കേട്ടോ. അനധികൃതമായി ഉണ്ടാക്കപ്പെട്ട പള്ളികൾ വീണ്ടും വീണ്ടും പിടിച്ചെടുക്കാൻ വഖഫിന് വേണ്ടിയിട്ടാണ് ഇവിടെ ശബ്ദമുയർത്തുന്നതെല്ലാം. അപ്പോ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട, ഇവരുടെ ഗുണ്ടായിസം, ഇവരുടെ തീവ്രവാദം, ഇതിനെ അടിച്ചമർത്തുക, ഒതുക്കുക. ആരാന്റെ ഭൂമി പിടിച്ചെടുത്ത് നിങ്ങൾ ആരാധിക്കേണ്ട പടച്ചവനെ? സർക്കാർ ഭൂമികൾ പിടിച്ചെടുത്ത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ തീവ്രവാദം പഠിപ്പിക്കണ്ട. ആരാന്റെ ഭൂമികൾ പിടിച്ചെടുത്ത് നിങ്ങൾ ഈ ഭൂമിയിൽ വലിയ സാമ്രാജ്യം ഉണ്ടാക്കണ്ട. അതെല്ലാം ഞാൻ മണ്ണിനടിയിലാക്കും എന്ന് യോഗി ആദിത്യനാഥ് പറയുക മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. 14,000 എൻകൗണ്ടറുകൾ നടന്ന വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടോ UP അല്ലാതെ? ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള ഒരു സംസ്ഥാനമാണ് UP. ആ UP-യെ നോക്കാൻ, ആ UP-യുടെ ക്രമസമാധാന നിലനിർത്താൻ യോഗിയെ പോലെ ഒരു ഭരണാധികാരിക്ക് കഴിയൂ. കാരണം അതിനു മുമ്പ് നമ്മുടെ നരേന്ദ്രമോദി ഭരിച്ച് ഏകദേശം ഗുജറാത്തിന്റെ ഒക്കെ അവസ്ഥ നമുക്കറിയുന്നതാണ്. എങ്ങനെയാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഈ മത തീവ്രവാദികളെ അടക്കി നിർത്തേണ്ടത് എന്ന് ആ നാടിന്റെ, ആ മണ്ണിന്റെ ചൂടും ചൂരുമറിയുന്ന ഭരണാധികാരികൾക്കറിയാം. അതുകൊണ്ട് കേരളം പോലെ ഒരു ഇട്ടാവട്ടത്തിനകത്തിരുന്ന് യോഗിയെ 4 തെറി പറയുമ്പോഴേക്ക് പറന്നു പോകുന്നതും പാറിപ്പോകുന്നതുമല്ല അവരുടെ രാഷ്ട്രീയവും രാഷ്ട്ര സ്നേഹവും. യോഗി എന്തിനു വേണ്ടിയാണ് UP-യെ സംസ്കരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഖജനാവ് കൊള്ളയടിച്ച് കോടികൾ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അധ്വാനിക്കാതെ തിന്നാനുണ്ടാക്കി കൊടുക്കാൻ ഒരു ബാധ്യതയൊന്നും യോഗിക്കില്ല. അപ്പോൾ ഈ മത തീവ്രവാദികളുടെ പൊളിറ്റിക്കൽ അജണ്ടകളൊന്നും ഇന്നുവരെ നടപ്പിലാകാത്തത് യോഗിയോട് മാത്രമാണ്. ക്രമേണ ആരാന്റെ സമ്പത്ത് പിടിച്ചു പറ്റിയും ഈ നാട്ടിൽ മത തീവ്രവാദം കൊടികുത്തി ഉണ്ടാക്കി വിട്ടുമൊക്കെ ഈ നാടിനെ നശിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ യോഗിയോട് മാത്രം അത് നടപ്പില്ല. കാരണം യോഗിക്കറിയാം ഇവരെയൊക്കെ എങ്ങനെയാണ് നിലയ്ക്ക് നിർത്തേണ്ടത് എന്ന്. ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയും ഒരു ഹിജാബും ഒരു ഹലാലും യോഗിയോട് നടക്കില്ല. കാരണം എന്താ? ഇവരാദ്യം ഹലാല് പറയും, പിന്നെ ഇവര് ഹിജാബ് പറയും. അത് കഴിഞ്ഞാലോ ഇവർക്ക് നമസ്കരിക്കാൻ ഇടം വേണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇവര് ഓരോരോ അജണ്ടകളായി വന്ന് പിന്നീട് ആ സ്ഥാപനം തന്നെ ഒരു മുസ്ലിമിന്റെ നേതൃത്വത്തിൽ മാത്രമേ പാടുള്ളൂ. ഇങ്ങനെ ക്രമേണ നമ്മുടെ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ തീവ്രവാദികളെ, ഈ ഭീകരരെ എങ്ങനെയാണ് നിലയ്ക്ക് നിർത്തേണ്ടത് എന്ന് യോഗിയെ പോലെ പഠിച്ച് പരിശീലിച്ച് പ്രാവർത്തികമാക്കിയ ഒരു ഭരണാധികാരി ഈ രാജ്യത്ത് വേറെയില്ല. പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ആഞ്ഞടിച്ച UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജനസംഖ്യാ ശാസ്ത്രത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ അജണ്ടയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി ഒരു രാഷ്ട്രീയ നേതാവ് അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു.
അതും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. സ്വന്തം ഇവരെ പെറ്റുകൂട്ടിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങൾക്ക് വളരണം, ഞങ്ങൾക്ക് മാത്രം വളരണം. ആ പെറ്റുകൂട്ടുന്ന ജനിതക ശാസ്ത്രത്തിന്റെ കടക്കൽ കത്തിവെച്ച് പുതിയ രൂപത്തിൽ എന്താണ് ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്ന് കേട്ടോ. സംസ്ഥാനത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പൂർണ്ണമായും ഒഴിവാക്കുമെന്നും ഹലാൽ അടക്കമുള്ള സംവിധാനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ടെന്നും ഹലാൽ സർട്ടിഫിക്കേഷൻ ഏതെങ്കിലും ഉൽപ്പന്നങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകണമെന്നും അത് സർക്കാരിനെ അറിയിക്കണമെന്നും പറയുകയാണ് ഒരു മുഖ്യമന്ത്രി. പൊളിറ്റിക്കൽ ഇസ്ലാം നമ്മൾ പല കാലങ്ങളിലായി കേട്ട ഒരു പ്രയോഗമാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങ് കേരളത്തിൽ മതസ്പർദ്ധയുടെ പേരിൽ കേസെടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇനി ധൈര്യമായിട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പറയാം. കാരണം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. കേരള പോലീസിനടക്കം പൊളിറ്റിക്കൽ ഇസ്ലാം വിഷയത്തിൽ യോഗി ആദിത്യനാഥിന്റെ പ്രധാനപ്പെട്ട മറുപടി ഇതാണ്. ഇന്ത്യയുടെ ജനസംഖ്യാ ശാസ്ത്രം അട്ടിമറിച്ചുകൊണ്ട് 2047 അധികാരത്തിൽ വരാൻ വേണ്ടി നേരത്തെ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾ ശ്രമിച്ചിരുന്നു. രാജ്യത്തെ പോപ്പുലർ ഫ്രണ്ടിനെ അടക്കം നിരോധിക്കുന്ന സമയത്ത് ആ നിരോധനത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായി രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാരണം ഇതായിരുന്നു: രാജ്യത്തെ വിഘടിപ്പിക്കുക, രാജ്യത്തെ മതപരമായി ഭിന്നിപ്പിക്കുക. ജനസംഖ്യാ ശാസ്ത്രത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം നടപ്പാക്കിക്കൊണ്ട് രാജ്യത്തെ 2047 ഒരു മതഭരണത്തിന്റെ കീഴിലാക്കുക, ശരിയത്ത് ഭരണം രാജ്യത്ത് നടപ്പാക്കുക. ഇതായിരുന്നു പോപ്പുലർ ഫ്രണ്ട് അടക്കം രാജ്യത്ത് ലക്ഷ്യമിട്ടത്. ആ ലക്ഷ്യം ഇന്ത്യ മഹാരാജ്യത്ത് നടക്കില്ല എന്ന് പറയുകയാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. തന്റെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കളി നടക്കില്ല. UPയിൽ ഹലാൽ ഉൽപ്പന്നങ്ങൾ, ഹലാൽ ബ്രാൻഡിംഗ്, ഹലാൽ ക്ലാസിഫിക്കേഷൻ അത് പരിപൂർണമായി നിരോധിച്ചതാണ്. എവിടെയെങ്കിലും ഹലാൽ ഉൽപ്പന്നങ്ങൾ എന്ന പേരിൽ എന്തെങ്കിലും വിൽക്കുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ UP പോലീസിന്റെയോ അധികാരികളുടെയോ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ഹലാൽ എന്നാൽ മുസ്ലിം മതനിയമപ്രകാരം ഉണ്ടാക്കിയതും മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കാൻ തക്കതാണെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ മതത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു വിഭജനത്തിന്റെ ആവശ്യമില്ല. ഹലാൽ ഉൽപ്പന്നങ്ങൾ നിരോധിച്ചിട്ടും രാജ്യത്തും സംസ്ഥാനത്തും അടക്കം 25,000 കോടി രൂപയുടെ ഇടപാടാണ് ഈ ഹലാലിന്റെ പേരിൽ നടക്കുന്നത് എന്ന് യോഗി ആദിത്യനാഥ് തുറന്നടിക്കുന്നു. ഈ 25,000 കോടി രൂപ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്, ജിഹാദ് ഫണ്ടിംഗ് ആയിട്ട് ഒക്കെയാണ് പോകുന്നത്. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഖൊരഗ്പൂരിൽ നടന്ന പൊതുസമ്മേളനത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് UP മുഖ്യമന്ത്രി ഇത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയത്തെ ജനങ്ങളുടെ മുന്നിൽ അഭിസംബോധന ചെയ്തത്. കേരളത്തിലാണെങ്കിലോ ഹലാലിന്റെ പേരിൽ എന്തെല്ലാം കോലാഹലങ്ങൾ. ഒരു ഹോട്ടലിൽ ഹലാൽ ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഹലാൽ ഭക്ഷണം എന്ന ബോർഡ് വയ്ക്കാതിരുന്നാൽ ആ ഹോട്ടലിനെ തകർക്കുന്ന ശ്രമങ്ങൾ, ഹലാൽ അല്ലാത്ത ഭക്ഷണം വിൽക്കാൻ അനുവദിക്കാത്ത പ്രശ്നങ്ങൾ, എത്രയോ സംഭവങ്ങൾ കേരളത്തിലുണ്ടായി. അന്നൊക്കെ കേരളത്തിലെ പോലീസ് എടുത്ത നിലപാട് എന്താണ്? അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ളത് കാലാകാലങ്ങളിലായി ഉപയോഗിക്കുന്ന വാക്കാണ്. എന്നാൽ കേരളത്തിൽ അത് ഉപയോഗിക്കുമ്പോൾ മതസ്പർദ്ധയുടെ പേരിൽ കേസെടുത്ത് ജയിലിലിടുന്ന, ഇവിടെ ഇത്രയും കൊല്ലമായി ഹലാൽ ഇവര് കളിച്ചോണ്ടിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. നോൺ ഹലാൽ വന്നപ്പോൾ അതൊരു കുഴപ്പമായി. ഇവർക്ക് ലവ് ജിഹാദ് ഇത്രയും കാലവും ഇവിടെ പറ്റുമായിരുന്നു. അതിനെതിരെ ശബ്ദിച്ചാൽ ഇവർക്ക് പ്രശ്നമാണ്, ഇവർക്കത് പറ്റില്ല. സംഭവങ്ങളുണ്ടായി. ജയിലിടാനുള്ള വകുപ്പ് ഉണ്ട് എന്നാണ് കേരള പോലീസ് പറയുന്നത്. എന്നാൽ അതിനെയൊക്കെ കേരള പോലീസിന്റെ, പിണറായി പോലീസിന്റെ വാദങ്ങളെയൊക്കെ പൊളിച്ചെടുക്കുകയാണ് UPയുടെ മുഖ്യമന്ത്രി, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം തുറന്നു പറയുകയാണ്, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ജനസംഖ്യാ ശാസ്ത്രത്തെ തകർത്തുകൊണ്ട് അധികാരം പിടിക്കാനുള്ള ചിലരുടെ ഒരു അജണ്ടയാണ്. അതിന്റെ പിന്നിൽ, അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഹലാൽ അടക്കമുള്ള സംവിധാനങ്ങൾ. അതിനെയൊക്കെ പരിപൂർണമായി നിരോധിക്കണം. അതൊന്നും രാജ്യത്ത് പാടില്ല. UPയിൽ അത് പരിപൂർണമായി നിരോധിച്ചിരിക്കുന്നു. വളരെ ഗൗരവമുള്ള ഒരു ചിന്താഗതിയാണ്, ഗൗരവമുള്ള ഒരു വിഷയമാണ് യോഗി ആദിത്യനാഥ് ഇന്ത്യയുടെ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. UP മുസ്ലിങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ്. ആ സ്വാധീനമുള്ള സംസ്ഥാനത്ത് പോലും തുടർച്ചയായി യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വരുന്നുവെങ്കിൽ മുസ്ലിങ്ങളിലെ വലിയൊരു വിഭാഗത്തിന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. എന്നാൽ അദ്ദേഹം ആരുടെയാണ് ശത്രു? അദ്ദേഹം മതതീവ്രവാദികളുടെ ശത്രുവാണ്. രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന മതം തലയ്ക്ക് പിടിച്ച ആളുകളുടെ ശത്രുവാണ്. മതമൗലികവാദികളുടെ ശത്രുവാണ്. ആ ശത്രുത UPയുടെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യയുടെ അസ്തിത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യയുടെ ബഹുസ്വരതയെ തകർക്കാൻ ശ്രമിക്കുന്ന, ഈ നാടിനെ മത തീവ്രവാദമയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരുടെ ശത്രുവാണ് ശ്രീ യോഗി ആദിത്യനാഥ്. എന്താ സംശയം? അദ്ദേഹം ഭരിക്കുന്നത്
ഈ നാടിന്റെ ബഹുസ്വരതയ്ക്കു വേണ്ടിയാണ്. ഹിന്ദുക്കൾക്കു വേണ്ടിയോ ക്രിസ്ത്യാനികൾക്കു വേണ്ടിയോ മുസ്ലിങ്ങൾക്ക് വേണ്ടിയോ ഇതര മതവിഭാഗങ്ങൾക്കു വേണ്ടിയോ അല്ല, മറിച്ച് ആ നാട്ടിലെ മുഴുവൻ മതേതര വിശ്വാസികൾക്കും വേണ്ടി, ഇന്ത്യക്കാർക്കു വേണ്ടി, UP-യുടെ വികസനത്തിനു വേണ്ടി. മഹാകുംഭമേളയൊക്കെ കണ്ടവരല്ലേ നമ്മൾ? മഹാകുംഭമേളയ്ക്ക് വന്ന കോടികൾ അദ്ദേഹം ആ UP-യുടെ വികസനത്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ സെൽഫായിട്ടുള്ള അക്കൗണ്ടുകൾ വിശാലമാക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല. തലമുറകളോളം ഇരുന്ന് തിന്നാനുള്ള പണം കൊള്ളയടിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല. ഇതേപോലെ ഒരു ഭരണാധികാരിയെ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നാണ് നമ്മളും കാതോർത്ത് കാത്തിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു തീവ്രവാദികളെയും ഭയക്കാത്ത ഒരു നേതാവിനെയാണ് ഈ നാടിന് ആവശ്യമായിട്ടുള്ളത്. റെനി, എനിക്കൊരു അത്യാവശ്യമുണ്ട്. രഞ്ജിനി, നമുക്ക് നാളെ കാണാം. സുധി, നമുക്ക് നാളെ കാണാം. ടോപ്പ് എൻ്റെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, നാളെ കാണാം കേട്ടോ. എനിക്കൊരു അത്യാവശ്യം 1-2 പേര് വന്നിട്ടുണ്ട്. ഓമച്ചി മരിച്ചതിൻ്റെ അനുശോചനം അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പോകാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് വന്നതാണല്ലോ അവർ. അപ്പോൾ നമുക്ക് നാളെ കാണാം രഞ്ജിനി. ഓക്കെ.